എല്ലാം നിശ്ചയിച്ച് എപ്പോൾ തുടങ്ങിയ ടാപ്പ് ചെയ്യലാ? ഇത് ഈ ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ ഹോൾഡ് ചെയ്യണ പോയിന്റ് ആണോ എനിക്ക് അവരെ ഡ്രോപ്പ് ചെയ്യുക, അതോ മറ്റേ ഇതാണോ ട്രൈ ചെയ്യുക? പ്രോഫിറ്റ് പെർ അവർ ആണോ ചെയ്യുക? പ്രോഫിറ്റ് പെർ അവർ ചെയ്യാന്നാണ് ഒരു ഒഫീഷ്യൽ ഇതിൽ വന്നത്. ഇതെന്താണ് സംഭവം? ആംസ്റ്റർ കോമ്പാക്ട് എന്താണ് സംഭവം? ആംസ്റ്റർ കോമ്പാക്ട് ടെലഗ്രാമിന്റെ ഒരു നമ്മളെല്ലാവരും നിങ്ങളൊക്കെ റെഫർ ചെയ്തിരിക്കണമെന്ന് അറിയില്ല. മറ്റേ ടെലഗ്രാമിന്റെ ഒരു ടെലഗ്രാമിന്റെ ഒരു ഇതുണ്ട്, UI ഉണ്ട്. അതിൽ ഒരു പുതിയൊരു കോയിനൊക്കെ ഇങ്ങനെ മൈൻഡ് ചെയ്യുന്ന ഒരു പുതിയ സെറ്റപ്പ് തുടങ്ങിയിരിക്കുന്നത്, ഗെയിമിംഗ് പോലെ. അപ്പോൾ അതിൽ കുറേ പ്രൊജക്ട്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ഈ ഹാംസ്റ്റർ കോമ്പോട്ട് ഹാംസ്റ്റർ കോമ്പോട്ട് ഹാംസ്റ്റർ കോമ്പോട്ട് തന്നെ പറയാം. ഞാൻ മനസ്സിലാക്കിയ ആംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലിഗ്രാമിന്റെ ഓപ്പൺ നെറ്റ്വർക്ക് ഉണ്ട്, ടോണ്. അതിൽ വന്നൊരു Web3 ഗെയിമാണ്, ലൈക്ക് പ്ലേ ടു ഏൺ ഗെയിം. അത് ഒരുപാട് ഗെയിംസ് ഇതിന്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് പല നെറ്റ്വർക്കിലും, ബ്ലോക്ക് ചെയിനിലൊക്കെ ആയിട്ട്. പക്ഷേ ഈ ആംസ്റ്റർ കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ പോപ്പുലറായി. അതിൻ്റെ യൂട്യൂബ് ചാനലിന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത് ആംസ്റ്റർ കോമ്പാറ്റിൻ്റെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 100K പോയിന്റ്സ് നേടണമെന്നുണ്ടെങ്കിൽ അവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അവരെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ 100K പോയിന്റ്സ് കിട്ടും, ആ കോയിൻ കിട്ടും. അതുകൊണ്ടാണ് ഇതിങ്ങനെ വലുതാവുണ്ട്. ഈ ടാപ്പ് ടു ഏൺ ഗെയിംസ് കുറേ ഉണ്ട്, ഇത് മാത്രല്ല ഒരുപാടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര ഫേമസ് ആയിരുന്നാലോ? ഇതിന് മുമ്പും ഇതിന് ശേഷം ഇപ്പോഴും പുതിയ വേറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഇത്രയും ഫേമസ് ആവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് പണ്ട് മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ബിറ്റ് കോയിൻ മൈനിങ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സെർവേഴ്സും വയേഴ്സും കാര്യങ്ങളും. ഇതിപ്പോൾ മൈനിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടാപ്പിങ്ങിലൂടെ മൈൻ ചെയ്യണം നമ്മൾ. ഓക്കെ, ഇതിന് മുമ്പ് നോട്ട് കോയിൻ എന്ന് പറഞ്ഞ സാധനം വന്നിരുന്നു. ഈ നോട്ട് കോയിൻ ഇതേപോലെ ടാപ്പ് ചെയ്ത് വന്ന സാധനം. പക്ഷേ എന്താ, ഈ നോട്ട് കോയിൻ ലിസ്റ്റ് ചെയ്യും. അത് അധികം പോപ്പുലർ അല്ലല്ലോ. നോട്ട് കോയിൻ ലിസ്റ്റ് ചെയ്തപ്പോൾ ഒരു നോട്ട് കോയിന് ഏകദേശം ഇന്ത്യൻ റുപ്പി 18 രൂപ വെച്ചാൽ ലിസ്റ്റ് ആയത്. അപ്പോൾ അന്ന് ഇതിനെ പറ്റി അറിഞ്ഞ് ടാപ്പ് ചെയ്ത് പൈസ കോയിൻ കിട്ടിയവർക്കൊക്കെ പൈസ കിട്ടി. 20,000-30,000 പൈസ കിട്ടി. എനിക്ക് അറിയുന്ന ആൾക്കാരുണ്ട് നോട്ട് കോയിനിൽ. അല്ല, ഒരു കറക്ഷൻ ഉണ്ട്, ഇത് മൈനിങ് അല്ല കേട്ടോ, ടാപ്പിംഗ്. മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ നോട്ട്സിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു റിവാർഡ് ആയിട്ടാണ് ഇത്. പക്ഷെ ഇത് ഗെയിമിംഗ് പോലെയാണ്. നോട്ട് കോയിൻ വന്ന പോലെ തന്നെ നോട്ട് കോയിൻ ലിസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയ സമയത്ത് ഇതുപോലെ ഇനി ഇതും ലിസ്റ്റ് ആയി പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ചെയ്യണത്. ഇപ്പൊ ഞാൻ ഇതിന്റെ ടെലഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറിയിൽ ഇട്ടുണ്ടേനി. എന്ന് വെച്ചാൽ ഒരു 4 ദിവസം കളിച്ചാൽ ഒരു 1 million പ്രോഫിറ്റ് പെർ ഹവർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ വിടാതൊക്കെ പിന്നീട് ഫോളോ ചെയ്യാണ്ടിരുന്നാലും ഒരു 4 ദിവസത്തെ പണിയല്ലേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ സമയം കളി, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസത്തെ റീലാണ് സമയം കളിന്. അതിലൊരു 10 മിനിറ്റ് 15 മിനിറ്റ് മാറ്റി വെച്ച് ഒരു 4 ദിവസം 5 ദിവസം കളിച്ച് കഴിഞ്ഞ് 1 million പ്രോഫിറ്റ് പെർ ഹവർ. നമ്മളിതൊരു പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നില്ല. ഇത് സ്കാം ആവാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ പിന്നിൽ ആരാന്നുള്ളത് ആർക്കും അറിയില്ല. ഇതിന്റെ വെബ്സൈറ്റിൽ amstercombat.io എന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവരെ വൈറ്റ് പേപ്പർ കമ്മിങ് സൂൺ എന്നായിരിക്കും. പക്ഷെ അവരെന്തൊക്കെ ചെയ്തത്, റോഡ് മാപ്പിൽ അവർ പറഞ്ഞിട്ടുള്ളത് മാർച്ചിൽ ലോഞ്ച് ചെയ്തു, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ടീം ആരാന്നോ, ഏത് രാജ്യക്കാരാണെന്നോ, ഇവരെ പിന്നെ യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണെന്നോ ഒരു യൂട്ടിലിറ്റി ഇല്ലല്ലോ അതിന് കോയിൻ. ഇതിന്റെ ആകെ ക്രെഡിബിലിറ്റി ഇപ്പൊ ടെലിഗ്രാമില് ആണ് ഇത് പ്രവർത്തിക്കുന്നത്. കൂടാതെ പിന്നെ ഈ ടോൺ നെറ്റ്വർക്ക് ഉണ്ട്. ഈ 2 സോഴ്സസ് ഉണ്ടായതുകൊണ്ട് മാത്രമേ നമുക്ക് ഇത് ക്രെഡിബിലിറ്റി കുറച്ച് കിട്ടുന്നത്. പക്ഷെ അത് കൂടാതെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ യൂട്ടിലിറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോ അത് ലിസ്റ്റ് ചെയ്യണത് ഏർലി ജൂലൈയിലായിരിക്കും ഇത് ലിസ്റ്റ് ചെയ്യണത്. ആ വന്ന് കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഇപ്പൊ ഹോൾഡിംഗ് ആണ്. ഇതിപ്പോ ആക്ച്വലി വിറ്റ് കാശാക്കണമെങ്കിൽ അപ്പുറത്ത് ഇത് വാങ്ങാൻ ആൾക്കാർ വേണം. എന്നാലേ ഇത് എന്തെങ്കിലും ആ കോയിനൊരു ഇൻട്രിൻസിക് വാല്യൂ വേണം, അല്ലാതെ ഇത് ഒരിക്കലും വിൽക്കാൻ പറ്റൂല. ഒരുപാട് ഹോൾഡേഴ്സും അത് വാങ്ങാൻ ആൾക്കാരില്ലെങ്കിൽ ഇതിന് അത്രക്കും വാല്യൂ ഉണ്ടാകൂല. എന്താ ഇപ്പൊ Gate.io എന്ന് പറഞ്ഞ് ഇതുപോലെ ഈ ക്രിപ്റ്റോ കോയിൻസിന്റെ ഒക്കെ പ്രീ സെയിൽ നടക്കണ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ Gate.io ഇത് ലിസ്റ്റ് പ്രീ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോയിന് ഏകദേശം 0.25 USDT, അത് ഇന്ത്യൻ റുപ്പി ഏകദേശം 20-21 ആ റേഞ്ചിലാണ് വരുന്നത്. ആ റേഞ്ചിന് ഇത് പ്രീ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്താലും ഏകദേശം ആ റേറ്റ് കിട്ടും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഞാൻ പറയേ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഉള്ളുമ്പോൾ ഡിമാൻഡ് കുറവാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ കണ്ട എല്ലായിടത്തും ഈ സാധനം ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈ സാധനം ഉണ്ട്. ഇനി ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഇത് വിൽക്കുക വേണ്ടി വരിക. കാരണം ആർക്കും ഇത് വാങ്ങേണ്ടി വരില്ല, കാരണം എല്ലായിടത്തും ഇഷ്ടം പോലെ ഉണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിൽക്കാനാകുമ്പോൾ വാങ്ങാൻ ആളില്ല. അപ്പോൾ ലോവർ സർക്യൂട്ട് ലോവർക്ക് അങ്ങനെ പോകും, അപ്പോൾ വില കുറയും എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. പക്ഷേ എന്നിരുന്നാലും ഒരു രൂപ കിട്ടിയാൽ തന്നെ ₹1 ഇപ്പോൾ 18 20 എന്നുള്ളത് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ഈ പ്രീ സെയിലിൽ പറയണത് ₹1 കിട്ടിയാൽ തന്നെ ഒരു 1 million ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ. ഇതാണ് സംഭവം. കാണാത്തവർ ഇതിങ്ങനെ നിൽക്കുമ്പോൾ മൈനിങ് എന്നാണ് പറയുന്നത്. അതെ അതെ അതെ, മൈനിങ് അല്ല, ഇത് ടെലിഗ്രാമിലാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ. ലൈക്ക് ഇതൊരു ആപ്ലിക്കേഷൻ ആണ്. ടെലിഗ്രാമിന്റെ ഉള്ളിലുള്ള Web3 ഒരു ഗെയിമിംഗ് ആണെന്ന് പറയാം. അല്ല, ഇതിൽ ഇനിയിപ്പോൾ പൈസ കിട്ടാനുള്ള മാർഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഇതിന്റെ സ്പെക്യുലേഷന്റെ പുറത്തുണ്ടാക്കുന്ന ഒരു പ്രൈസ് ഇൻക്രീസ് ഉണ്ടാക്കും. സ്പെക്കുലേറ്റേഴ്സ് തുടക്കത്തിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബൂം. അതിപ്പോൾ ഏത് സ്റ്റോക്സും ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ IPOസിലൊക്കെ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ താഴ്ത്തി വരും. അപ്പോൾ ഇനീഷ്യലി നല്ല വോൾട്ടൈലായിരിക്കും ഇത് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ. ഇനിയിപ്പോൾ ആ കൂടാതെ ഇനിയിപ്പോൾ ഈ ഗെയിമിന്റെ ഫ്യൂച്ചർ ഇനി ലോങ് ടേമിൽ ഈ ഗെയിം എങ്ങനെ പെർഫോം ചെയ്യും, ആൾക്കാർക്ക് കൂടുതൽ ഇത് കളിക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഈ ഹാംസ്റ്റർ കോയിൻസിന്റെ യൂട്ടിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. റോഡ് മാപ്പിൽ NFTസും ക്രിപ്റ്റോ, ഐ മീൻ എന്താ പറയാ, ബേസിക് സംഭവങ്ങൾ തന്നെ ഉള്ളൂ. പുതുതായിട്ട് കുറെ കാർഡ്സ് ഉണ്ടല്ലോ, ഈ കാർഡ്സ് ഒക്കെ NFTs ആയിട്ട് NFTs ആയിട്ട് മെറ്റാവേഴ്സിലൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരുപാട് പ്രോജക്റ്റിനുള്ള സംഭവം. ഇതിലിപ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ട് ഒന്നും തോന്നിയില്ല ഈ ടാപ്പിംഗ് എന്നല്ലാതെ. ലൈക്ക് അതും വേറെ ഏതെങ്കിലും പ്രോജക്റ്റിന്റെ കോപ്പി അടിച്ചതാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഇതിനു മുമ്പ് കുറെ ടാപ്പിങ്ങിന്റെ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് ഇതിന്റെ പാരലി ഒരുപാട് ടാപ്പിങ്ങിന്റെ ഇത് നടക്കുന്നുണ്ട്. ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ലിസ്റ്റ് ചെയ്താണ് നോട്ട് കോയിൻ. ഇത് ഈ കുറേ വീഡിയോസ് ഞാൻ കണ്ടു. ഫസ്റ്റ് ഈ ആംസ്റ്റർ കോമ്പാറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോസ് കാണുന്നുണ്ടായി. കുറെ വയസ്സായ സ്ത്രീകൾ ഇങ്ങനെ നിൽക്കണേ, സോഫയിൽ കടന്നിട്ട് നിൽക്കണേ. ബാർബർ ഉണ്ട്, മുടി വെട്ടുന്ന ആളെ ബാക്കിൽ വെച്ചിട്ട് ഇതാക്കണേ. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ട്. അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടുള്ള കോയിൻസ് ആണ് അവർക്ക് കിട്ടാന്ന് വിചാരിച്ചിട്ടുള്ളത്. ലൈക്ക് അതല്ല, അതിലും വേറെ ടൈപ്പ് ഓഫ് മൈനിങ് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ലൈക്ക് ജനറേറ്റ് ചെയ്യാം. അതെ അതെ. അപ്പോൾ നിങ്ങൾ പൈസ ഒന്നും കൊടുക്കാണ്ട് ഇതിലൊന്നും ചെയ്യാനില്ല. പക്ഷെ ടൈം കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് കിട്ടാണ്ടിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു 4-5 ദിവസം ജസ്റ്റ് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് അതിൽ കാണിക്കും. ആ എമൗണ്ട് കിട്ടിയാൽ തന്നെ കുഴപ്പമില്ല, നല്ലൊരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ അത് സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് അത് വിടുക. നമ്മളിപ്പോൾ എത്രയോ സമയം വേറെ പല കാര്യങ്ങളും കളയണ്, അല്ലെങ്കിൽ പല ബിസിനസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ കുറച്ച് സമയം ഇതിന്റെ സീൻ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഇതിൽ രാവിലെ മുതൽ രാത്രി ഇതിന് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി, ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഒരുപാട് ടൈം പോയിട്ട് അങ്ങനത്തെ കുറെ ലോസസ് വരും. ഇതിമെന്ന് പൈസക്കാരനാവണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അതൊരു ആവാം. ലൈക്ക് പിന്നെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഗെറ്റ് ഗ്രാസിൻ്റെ. അത് ഞങ്ങൾക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാസ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മളെ വൈഫൈൻ്റെ അൺയൂസ്ഡ് ആയിട്ടുള്ള വൈഫൈ ഉണ്ടാവും നമ്മളെടുത്ത്, നമ്മളെ കമ്പ്യൂട്ടറിലല്ല. അപ്പോൾ ആ വൈഫൈ അവർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, AI കമ്പനീസിന് വിറ്റിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജാണ് നമുക്ക് പോയിൻറ്റ്സ് ആയിട്ട് തരുന്നത്. അതും ഇതേപോലെ തന്നെ ലോഞ്ച് സ്റ്റേജിലാണ്. ഇപ്പോൾ നമ്മൾ എത്ര പോയിൻ്റ് പിന്നെ കളക്ട് ചെയ്യണോ അതിനനുസരിച്ച് അവർ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതൊരു ക്രോം എക്സ്റ്റൻഷൻ അല്ലേ? ക്രോമിൽ എക്സ്റ്റൻഷനാണ്. അതെ. അപ്പം ഞാൻ അത് ചെയ്യുന്നുണ്ട്. ലൈക്ക് അത് എനിക്ക് ഒന്നുപാടും ജെന്യൂനായി തോന്നാൻ കാരണം അതിനെ പ്രോപ്പർ പ്രൊജക്റ്റാണ്, നല്ല പ്ലാൻ ഉണ്ട്. പിന്നെ നിങ്ങൾ അതിന് ചെയ്യുകയാണെങ്കിലും കൂടുതൽ പഠിച്ചിട്ട് ചെയ്യുക. ഗ്രാസാണ്. നിങ്ങളെ വീട്ടിൽ കമ്പ്യൂട്ടർ വെറുതെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അൺയൂസ്ഡ് വൈഫൈ നിങ്ങൾക്ക് വിൽക്കാം. നിങ്ങൾ അപ്പോൾ അതിൽ നിന്നൊരു പോയിന്റ് ഏൺ ചെയ്യും. ആ പോയിന്റ് ഇതേ പറഞ്ഞ പോലെ ഒരു ദിവസം 5000 പോയിന്റ്സ് ഒക്കെ ഏൺ ചെയ്യാം, അല്ലെങ്കിൽ 4000. പിന്നെ റെഫർ ചെയ്ത ആൾക്കാരെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനൊരു $0.something ആണ് അവരിപ്പോൾ പ്രീസെയിൽ വാല്യൂ പറയുന്നത്. ഇറ്റ് കാൻ ഗോ ഹൈ ഓർ ഗോ ലോ, വി ഡോണ്ട് നോ. സോ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ് എന്താ വെച്ചിട്ടാ വെറുതെ ഇരിക്കുമ്പോൾ പൈസ വരിക എന്നുള്ള സംഭവം. അപ്പോൾ അത് മുതലെടുക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അതിൽ വരുന്ന സംഭവത്തിൽ ആ കെണിയിൽ പെടാതെ നോക്കുക. അപ്പോൾ കുറേ ജെന്യൂനായ പ്രൊജക്ട്സ് ഇങ്ങനത്തെ ഉണ്ട്.
പക്ഷെ അതിന് നല്ല ടൈം എടുക്കും. ഇപ്പം ഈ ഗ്രാസുമ്പോൾ നമ്മൾ 3 മാസത്തിൻ്റെ അടുത്തായിരുന്നു. ലൈക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 3 months. ഇത് 3ാമത്തെ മാസം, അതായത് ഒരേ എപ്പോച്ചാണ്. അപ്പൊ എപ്പോച്ച് 6 ആണ് ഇപ്പൊ നമ്മൾ. അവര് പറഞ്ഞ എപ്പോച്ച് 7 വരുന്നുണ്ടാവും. ഓരോ മന്തിലും ഓരോ എപ്പോച്ചാ. എൻ്റെ അടുത്ത് ഇപ്പോൾ 300,000 അതിൻ്റെത് ഗ്രാസ് പോയിന്റ്സ്. അപ്പോൾ അത് എപ്പോൾ 5 നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾ റെഫറൊന്നും ചെയ്യൂല, അതിൻ്റെ ലിങ്ക് ഒന്നും ഇട്ട് കാണാൻ ഞങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ നിങ്ങളെ റിസ്കിൽ ചെയ്യാം എല്ലാം. അത് ഈ ആംസ്റ്റർ കോമ്പാക്റ്റ് ആയാലും ഗ്രാസ് ആയാലും. പിന്നെ ഇതേപോലത്തെ കുറേ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പിൻ പ്രോജക്ട്സ് ആളുണ്ട്. ഡീപ്പിൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു എക്കോസിസ്റ്റം ക്രിപ്റ്റോയിൽ വന്നതാണ്. അവർക്ക് ഒരുപാട് നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ പ്രൊജക്ട്സ് ഉണ്ട്. ഒരു പ്രൊജക്റ്റ് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഒരു കമ്പനി ക്യാമറാസ് വിൽക്കുന്നുണ്ട്. അവർ ഈ ടാക്സി ഡ്രൈവേഴ്സിന് അവരെ വണ്ടിയിൽ വെക്കാൻ പറ്റിയൊരു ക്യാമറ, അതിൻ്റെ ഒപ്പം ഒരു വൈഫൈ മോഡോ സെറ്റപ്പിലൊക്കെ വരുന്നുണ്ട്. ആ ക്യാമറ നിങ്ങളിങ്ങനെ പോകുമ്പോൾ നിങ്ങളെ ലൊക്കേഷൻസിലുള്ള ഫോട്ടോസോ വീഡിയോസോ കളക്ട് ചെയ്യും. അത് ഏത് കമ്പനിക്കാണ് എവിടെയെന്ന് വിൽക്കുന്നത് എനിക്കറിയില്ല. ചിലപ്പോൾ അവർ AI കമ്പനീസിന് ലൈക്ക് ഓട്ടോമാറ്റിക് കാറൊക്കെ കൂടി വരില്ലേ, അപ്പോൾ അവർക്ക് വിൽക്കാനാവും. ഈ മാപ്പ് കളക്ട് ചെയ്യുന്നുണ്ടാവും, ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് ക്യാമറക്ക് $500 കൊടുത്ത് മേടിക്കണം. പക്ഷേ അതൊരു മാസം അവർ പറയുന്നത്, ഇതിനെപ്പറ്റി ഏതൊരാൾ പറയുന്നത് ഒരു $500 to $1,000 നമുക്ക് ഉണ്ടാക്കാമെന്നാണ്. അതേപോലെ തന്നെ ഒരുപാട് ഇങ്ങനത്തെ പ്രോജക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് അതേപോലെ കോയിൻസ് മൈൻ ചെയ്യാൻ പറ്റിയ ഓരോ ഡിവൈസസ് ഉണ്ട്. ഓരോ ഡിവൈസ് ഈ ഡീപ്പിൻ പ്രോജക്ട്സിൽ, ഡീപ്പിൻ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് ഇങ്ങനത്തെ പ്രൊജക്ട്സ്. അപ്പോൾ ഈ അതിൽ സ്പെസിഫിക് ആയിട്ട് ചില കോയിൻസ് ഉണ്ട്. അപ്പോൾ ആ കോയിൻസൊക്കെ മൈൻ ചെയ്യാൻ പറ്റിയ ഡിവൈസ് ഇത് നമ്മൾ വീട്ടിൽ ഓണാക്കിയിടുക, വൈഫൈ കണക്ട് ചെയ്യുക, ഇത് മൈൻ ചെയ്തു അങ്ങനെ പാസീവ് ഇൻകം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് അന്വേഷിച്ച് ഇതിൻ്റെ വീഡിയോ കണ്ട് നല്ല ലെജിറ്റായ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഇതിനെ പഠിച്ചിട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഈ സ്കാം ആയിട്ടുള്ള വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യുക, അതൊക്കെ നോക്കുക. അങ്ങനത്തെ ഒന്നും ചെയ്യാതെ ഒക്കെ ജെന്യൂനായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെയ്യുക. ഈ ആംസ്റ്റർ കോമ്പാറ്റിൻ്റെ തന്നെ കുറേ സ്കാമുകളും ഉണ്ടാവും. ട്വിറ്ററിലൊക്കെ വെരിഫൈഡ് ആയ ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്, സ്കാം അക്കൗണ്ട്. അതിൽ പോയിക്കാണ്ട് ഓരോ വെബ്സൈറ്റൊന്നും തുറക്കരുത്. അതൊക്കെ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ അവർ ഫേക്ക്, ഇപ്പോൾ ട്വിറ്ററിൽ ആർക്കും വെരിഫിക്കേഷൻ കിട്ടും, നമ്മളത് വേണ്ട. നമ്മളെ ഡാറ്റ ഒന്നും കൊടുക്കണ്ട, ഐഡൻറ്റിറ്റി കാർഡൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനത്തെ പ്രൊജക്റ്റൊക്കെ എന്ത് ചെയ്തേക്കണ്, ആംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാണ്ടോ ഈ ടോപ്പിക്ക്, ഈ പാസീവ് ഇൻകം? നമ്മൾ അതെല്ലാം പറയാൻ വെച്ചിരുന്നത്, പക്ഷെ നിഷിൻ ടാപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ ആ വിഷയത്തേക്ക് വന്നു എന്ന് വെച്ചാൽ. പക്ഷെ നിഷിൻ രാവിലെ മുതലേ ടാപ്പിംഗ് ആണ്. ഇതുപോലെ അഡിക്റ്റഡ് ആകരുത്. അഡിക്റ്റഡ് ആകരുത് നിഷിൻ. ഞാൻ പറഞ്ഞേ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം, അല്ലാതെ ഞാൻ ജോലിയുടെ സമയത്ത് ചെയ്യണില്ല. ഇവന് കുറച്ച് സമയം ഇതിന് വേണ്ടി ഇപ്പോൾ ഒരാഴ്ച 4-5 ദിവസം മാറ്റി വെച്ചിട്ട് പിന്നെ അത് വിട്ടോ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പിന്നീട് ചെയ്തില്ല എന്നുള്ളൊരു തോന്നൽ വരരുത്. നമ്മളെല്ലാവരും ചെയ്തു, നമ്മളത് ചെയ്തില്ല എന്നുള്ള കുറ്റബോധം വരരുത്. അതിന് വേണ്ടിയിട്ട് 4-5 ദിവസം ചെയ്തോ, കുറച്ച് സമയം 1 hour വെച്ച് 4-5 ദിവസം സ്പെൻഡ് ചെയ്തതിൽ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരെ നമ്മൾ. സമയം എല്ലാന്നും പറയരുത്, എനിക്കറിയാം. അപ്പോൾ അതാണ്. അതെ, അപ്പോൾ അഡിക്റ്റഡ് ആവാതെ നോക്കുക, അതിനുള്ളൂ ലാസ്റ്റ്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ വന്നിരുന്ന വിഷയം വേറെ ആയിരുന്നു. അപ്പോൾ അതിലോട്ട് കടക്കാം. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, അതിന് ഉത്തരം പറയണം. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കൽ നിർത്തി. അത് അല്ലേ, അതിനോട് നഷ്ടപ്പെട്ടു. അതെവിടെയാണ് നഷ്ടപ്പെട്ടു പോയി. നിങ്ങളൊക്കെ എങ്ങനെ വിചാരിക്കുന്നത് തക്കു, നിഷിനെ, ഫാരിസെ, ഒരാളെപ്പോഴും ഒരു ഗുണ്ട മൈൻഡിലെത്തിത്തീരുന്നത് ഒരാളെപ്പോഴാണ്? ലൈക്ക് സാഹചര്യങ്ങളല്ലേ? സാഹചര്യങ്ങളാണോ? ഓഫ് കോഴ്സ് ഞാൻ വിചാരിക്കുന്ന സാഹചര്യങ്ങളാണ്. ഓക്കെ, ഗുണ്ട ആവണമെന്ന് വിചാരിച്ചിട്ട് ഗുണ്ട ആവുന്നത് 1% താഴെയായിരിക്കും. സാഹചര്യങ്ങൾ കാരണം ഗുണ്ടയായി, പിന്നെ അത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് 99.9% ഞാൻ വിശ്വസിക്കണേ. ഞാൻ കണ്ടിട്ടുള്ള സ്റ്റോറികളും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ആ ഒരു അതൊരു ജനറൽ പെർസ്പെക്റ്റീവ് ആണ്. എനിക്ക് തോന്നുന്നു മൂപ്പർ ഉദ്ദേശിച്ച എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ദാവൂദ് ഇബ്രാഹിം മൂപ്പര് ഇതേപോലെ ഗുണ്ട മീൻസ് ഇങ്ങനെ ഈ അധോലോകത്തിൽ എത്താൻ കാരണം ഹാജി മസ്താന്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾ കേട്ടിരുന്ന കഥ? അതായത് ഹാജി മസ്താന് ഈ ദാവൂദ് ഇബ്രാഹിം 19 ചെറിയ വയസ്സായ സമയത്ത് തന്നെ അവിടെ ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ
ഹാജി മസ്താൻ്റെ അടുത്ത് പോവുകയും അതുപോലെ മൂപ്പർക്ക് ഒരു ഭീഷണിയാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടന്നു. കൊലപാതകം അയക്കൊന്നും എത്തിയിട്ടില്ല, പക്ഷേ നേരെ മറിച്ച് ഇങ്ങനെ ഈ ഡ്രഗ്സിൻ്റെ ലോജിസ്റ്റിക്സ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഹാജി മസ്താന് ഈ ദാവൂദ് ഇബ്രാഹിം ഒരു ഇതാണ് സമയത്ത് ഹാജി മസ്താൻ എന്ത് ചെയ്തു, ഒരു ബാങ്കിക്ക് കൊണ്ടുവന്ന ഫണ്ട് ഹാജി മസ്താൻ്റെ ഫണ്ടാണെന്നുള്ള രീതിയിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ചെവിയിൽ എത്തിച്ചു. അപ്പോൾ ദാവൂദ് ഇബ്രാഹിം ഹാജി മസ്താനെ തകർക്കാൻ രണ്ടാൾ അങ്ങോട്ടോട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കഥ കേട്ട് ദാവൂദ് ഇബ്രാഹിം എന്ത് ചെയ്തു, ആ ഫണ്ട് മോഷ്ടിച്ചു. അതായത് ആ ബാങ്ക് കൊണ്ടുവന്ന ഫണ്ടാണ്, ഹാജി മസ്താൻ്റെതാണ് വിചാരിച്ച് മോഷ്ടിച്ചു. അങ്ങനെയാണ് ദാവൂദ് ഇബ്രാഹിം എന്താവുന്നത്, ഇങ്ങനെ വലിയൊരു ഹേസ്റ്റ് നടത്തുകയും അതിൽ നിന്നാണ് പിന്നെ മൂപ്പര് എന്താണ് അധോലോകത്തിൽ അറിയപ്പെടുന്ന വലിയൊരു ഇങ്ങനത്തെ ഒരു ആളായി മാറിയത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഗ്യാങ്സ്റ്ററായി മാറിയത്. അപ്പോൾ അത് മൂപ്പര് എന്താണ് വിചാരിച്ച് ചെയ്തതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ സാഹചര്യം അതേ പറയാം. എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ അങ്ങനെ ഓരോ എക്സാമ്പിൾ എടുത്ത് നോക്കിയാലും ഒരു ഇതൊക്കെ അവരുടെ ഇനീഷ്യൽ സ്റ്റോറീസ് അങ്ങനെ ആയിരിക്കും. ഈ പിന്നെ റോക്കി ബായിന്റെ കേസ് പറയുകയാണെങ്കിൽ റോക്കി ബായ് പോലീസുകാരനെ തല്ലിയിട്ടല്ലേ, അത് ഫിക്ഷൻ ആണ്. പക്ഷെ ഞാൻ പറയാം, അങ്ങനെ നമ്മൾ ഏത് സ്റ്റോറി എടുത്ത് നോക്കിയാലും കൈൻഡ് ഓഫ് ഈ വലിയ മാഫിയാസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും കഥകൾ ഉണ്ടാകും. ഇതിപ്പോ ഈ നമ്മൾ ഗോഡ് ഫാദറിലൊക്കെ കാണുന്ന ആ ഗ്യാങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ അതൊക്കെ ഇറ്റാലിയൻ ഗ്യാങ്സ്റ്റേഴ്സ് ആണ്. പണ്ടത്തെ ആ സൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നതിന് അവര് ഒറിജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസിലിയാണ്. സിസിലിന്ന് പിന്നെ US മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ, അവര് US എത്തിന് ന്യൂയോർക്ക് വന്നതിന് ശേഷം പിന്നെ അവർക്കൊരു ജീവിതമാർഗം, അവർക്ക് അറിയണ പണി ഇതാണ്. ആ ടൈമിൽ 1920s ഈ US ഗവൺമെന്റ് മദ്യം നിരോധിച്ചിരുന്നത്. 1920s മദ്യം നിരോധിച്ചിരുന്നത്. അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ തിന്മകൾക്കും കാരണം മദ്യമാണെന്ന് പറഞ്ഞിട്ട് മദ്യം നിരോധിച്ചിരുന്നു. ആ ടൈമിൽ ഇതൊരു അവസരമാക്കി എടുത്തിട്ടാണ് ആ ഇറ്റാലിയൻ മാഫിയാസ് വളർന്നത്. അവരായിരുന്നു ക്യാരിയേഴ്സ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ പൊന്തി വന്ന ഗാങ്സ് ആണ്. പിന്നെ US മൊത്തം ഭരിച്ചിരുന്നതും അവരുടെ ഈ ഗാങ് വാർസും കാര്യങ്ങളൊക്കെ ഗോഡ് ഫാദർ കണ്ടാല് നമ്മളിപ്പോ റഷ്യൻ എങ്ങനെയാ പറയുന്നത്, ആ ടൈമിൽ റഷ്യക്കാർ അന്നേ ഉണ്ട്, പക്ഷെ ഇറ്റാലിയൻസ് ഇപ്പൊ ആ ഒരു ഇമ്പാക്ട് ലൈക്ക് ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മാഫിയ അല്ലെങ്കിൽ നെയിംസ് ഒന്നും നമ്മളിപ്പോ കേൾക്കാറില്ല. അത് ഈ 9/11 ടൈമിലുണ്ടല്ലോ US ഫോക്കസ് മാറി. അവര് പിന്നെ ടെററിസത്തിലോട്ട് തിരിഞ്ഞു. അതുവരെ മാഫിയനെ തുടച്ചു നീക്കണ ഒരു പദ്ധതിയിൽ ഒരു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 9/11 ശേഷമാണ് ഫോക്കസ് മാറിയത്. പിന്നെ ടെററിസം കൗണ്ടർ ചെയ്യാനായി അവരുടെ ഫോക്കസ്. ഓക്കെ, അതന്നെ US ഇപ്പൊ ദാവൂദ് ഇബ്രാഹിമിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ലൈക്ക് എവരി ഗാങ്സ്റ്റേഴ്സ് എല്ലാ കൺട്രീസിലും ഗാങ്സ്റ്റേഴ്സ് നോക്കുകയെന്ന് വെച്ചാൽ അവർ പൊളിറ്റിക്കലി അവർക്ക് നല്ല ഹോൾഡ് ഉണ്ട്. മൂവീസ് മീഡിയാസ് ഇതിലൊക്കെ അവർക്ക് നല്ല ഹാൻഡ് ഉണ്ട്. ഇപ്പോൾ ഡി കമ്പനി അല്ലേ, ഡി കമ്പനി ദാവൂദ് ഇബ്രാഹിമിന്റെ, അവര് ഒരുപാട് മൂവീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ബോളിവുഡില്. പിന്നെ ദാവൂദ് ഇബ്രാഹിം തീരുമാനിക്കുമായിരുന്നു എന്ത് ഇന്ന ഫിലിമിൽ ഇന്ന ആള് അഭിനയിക്കണം. ക്രഷ് വരെ ഉണ്ടായിട്ടുണ്ട്, ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ മൂവി ഫിലിം സ്റ്റാർസിനെ. അത് മാത്രമല്ല, ഇപ്പൊ ഒരു ഫിലിം നല്ല പ്രോഫിറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫിലിമാണ്, ഡി കമ്പനിക്ക് ഒരു റോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അതിന്റെ എത്ര പെർസെന്റേജ് അവർ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം എന്നാണ്. മനസ്സിലല്ലേ? അങ്ങനെ ഡി കമ്പനിക്ക് നല്ല അവിടെ എന്ത് ട്രാൻസാക്ഷൻ ആ ഒരു സമയത്ത് എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും അതിന്റെ എത്ര പെർസെന്റ് ഡി കമ്പനിക്ക് കൊടുക്കണമെന്നുണ്ട്. ആ രീതിയിൽ വരെ അവർ ടാക്സ് പിടിക്കുന്ന പോലെ അവർ ഓപ്പറേറ്റ് ചെയ്ത സമയം ഉണ്ട് ഡി കമ്പനി. പക്ഷെ ഇപ്പോഴും ഡി കമ്പനി ഉണ്ട് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഡി കമ്പനിന്ന് എടുത്ത് പറഞ്ഞപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു കേസ് ഉണ്ട്, അതറിയാം എനിക്ക്. ബോബി ചെമ്മണ്ണൂർ മൂപ്പര് പറഞ്ഞ കഥയാണ്, എത്രത്തോളം വിശ്വസനീയം നമുക്കറിയില്ല. ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്ത് ഒരു ഹമ്മർ ഓടിക്കുന്ന ഒരു കഥയുണ്ട്. ബോബി ചെമ്മണ്ണൂർ ഹമ്മർ ഓടിച്ച് ബോംബെയിൽ പോയ കഥയുണ്ട്, മൂപ്പര് തന്നെ പറയുന്നത്. ആ സമയത്ത് മൂപ്പരെ വണ്ടിൻ്റെ ഹമ്മർ ഇവിടെ ഇന്ത്യയിൽ തന്നെ 4 അങ്ങനെ എങ്ങാണ്ട് ഉള്ളൂ ആ സമയത്ത് ഹമ്മറിന് മൂപ്പര് പറയണേ. എന്നിട്ട് ആ ഹമ്മറിന്റെ വണ്ടി നമ്പർ ദുബായിൽ നിന്ന് ഇറക്കിയതാണ്. അപ്പോൾ വണ്ടി നമ്പർ D എന്ന് പറഞ്ഞിട്ടൊരു നമ്പറാണ്. അങ്ങനെ മൂപ്പര് മുംബൈയിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ പോലീസ് മൂപ്പരെ കൈയാണിക്കുകയും അങ്ങനെ ഇത് ഡി കമ്പനീൻ്റെ ആളാണ്, ഡി കമ്പനീൻ്റെ വണ്ടിയാണ്. മൂപ്പർക്ക് ദാവൂദ് ഇബ്രാഹിമായിട്ട് ഇവർക്ക് ബോബി ചെമ്മണ്ണൂരിനെ അറിയില്ല, പോലീസുകാർക്കായിരിക്കും. അപ്പോൾ അവരിത് ഡി കമ്പനീൻ്റെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു ഏജൻ്റാണ്, ആളാണെന്നുള്ള രീതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ച് സ്റ്റേഷനിലിരുത്തി അങ്ങനെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞിട്ട് വിട്ടൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരും ദാവൂദ് ഇബ്രാഹിമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ശരി, ദാറ്റ് കംസ് ടു ദ ക്വസ്റ്റ്യൻ, ഇപ്പോൾ എവിടെയാണ് ദാവൂദ് ഇബ്രാഹിം? ഞാൻ പറയണം പാകിസ്ഥാനിലുണ്ടതാ. കാരണം ഒരുപാട് സോഴ്സസ് അതാണ് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പാകിസ്ഥാനിലുണ്ട് എന്നുള്ളത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരു വോയിസ് കോൾ ലീക്ക് ആയിരുന്നു. പുള്ളിക്കാരൻ്റെ അസിസ്റ്റന്റ് ആയിട്ടും സംസാരിക്കുന്നത്, പിന്നെ വൈഫായിട്ട് സംസാരിക്കുന്ന അത് അങ്ങനെയാണെന്നാ പറയുന്നത്. ദാവൂദ് ഇബ്രാഹിം ആണെന്നാ പറയുന്നത്. അയാളെ ഇന്റർവ്യൂ ചെയ്തൊരു മലയാളി ഉണ്ട്. അപ്പൊ അയാളെ ഇന്റർവ്യൂ അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ ദുബായിലോട്ട് പോയപ്പോൾ ദാവൂദ് ഇബ്രാഹിം വരിച്ച് ഇരുത്തി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ദാവൂദ് ഇബ്രാഹിമിന് സ്വർണത്തിൻ്റെ പരിപാടി എല്ലാം ഉണ്ടായിരുന്നില്ല. ദുബായിൽ അയാൾ ചെയ്യുന്നത് ലീഗലാണ്, പക്ഷേ ഇന്ത്യയിൽ ഇല്ലീഗലാണ്. അയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ
എല്ലാ പണമായിരുന്നു. അങ്ങനെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ മേശമ്മൊക്കെ സ്വർണത്തിൻ്റെ എന്തൊക്കെ ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പേപ്പർ വെയിറ്റ് ആണോ അതോ കപ്പാണോ എന്നറിയില്ല, പക്ഷെ അത്രമാത്രം ഉണ്ടായിരുന്നേ അയാളെ വെൽത്ത്. അയാളെ എടുത്ത് ചോദിച്ചു, ദാവൂദ് ഇബ്രാഹിമിനെ ഒരു പിന്നെ ടെററിസ്റ്റ് ആക്കിയ ശേഷമാണല്ലോ അയാൾ മുംബൈയിലോട്ടൊക്കെ ദുബായിലോട്ടൊക്കെ കടന്നതും പിന്നെ അവിടുന്ന് പാകിസ്ഥാനിലോട്ട് കടന്നതും. അങ്ങനെ അപ്പോൾ ആ ടൈമിൽ ഛോട്ടാ രാജനൊക്കെ ഉണ്ടായിരുന്നു ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഗ്യാങ്ങിൽ. ഇപ്പോൾ ഛോട്ടാ രാജനെ ഇപ്പോൾ അടുത്ത് അറസ്റ്റ് ചെയ്തത് ഏതൊരു ഏഷ്യൻ കൺട്രിയിൽ നിന്ന് പിന്നെ വേറെ എങ്ങോട്ടോ പോകാൻ നേരത്തെ ഇമിഗ്രേഷൻ എന്ന് പിടിച്ചിട്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് 90s നടന്ന അന്നത്തെ ഡോൺസിനെ പിടിക്കുന്നത് ഈ ഒരു 2-3 വർഷം മുമ്പാണ്. അപ്പോൾ പിന്നെ അന്ന് ദാവൂദ് ഇബ്രാഹിമിനോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ തീവ്രവാദമായിട്ട് ചെയ്തതാണോ, ഹിന്ദുസിനെ നിങ്ങൾ കൊല്ലുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ദാവൂദ് ഇബ്രാഹിം അയാളുടെ അടുത്ത് പറഞ്ഞ മറുപടി, എൻ്റെ ഒരു വലം കൈ എന്ന് പറയുന്നത് ഈ ഛോട്ടാ രാജനാണ്, പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത് മുസ്ലിംസിനെയാണ്. അയാൾ പറഞ്ഞ മറുപടി അന്ന് ടെററിസ്റ്റിനെ ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് അയാൾ പറഞ്ഞത്. പക്ഷെ അത് നമുക്കറിയില്ല അവരുടെ മൈൻഡിൽ എന്താണ്. പക്ഷെ എന്താ പറയുക, ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം അവസാനമായിട്ട് ഇന്ത്യ വിടുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കണ്ടത് മറ്റേ ആ 1993 മുംബൈ സ്ഫോടന പരമ്പര ഉണ്ട്. അതിന് ശേഷമാണ് മൂപ്പര് പിന്നെ ഇന്ത്യയിൽ കണ്ടിട്ടില്ല. അതായത് അത് വൻ വിഷയം, 200 സംതിങ് ആൾക്കാർ മരിച്ചു, അതിലേറെ ആൾക്കാർ ഇഞ്ചേർഡ് ആയി. അപ്പോൾ അതിൽ മൂപ്പർക്ക് പങ്കുണ്ട്. പിന്നെ അതേപോലെ അന്ന് ആ സ്ഫോടനങ്ങൾക്ക് നടത്താൻ വേണ്ടി വന്ന പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ വേറെ തീവ്രവാദ സംഘടനയിൽ നിന്ന് വന്ന ആളുകളെ ലൈക്ക് തീറ്റിപ്പോറ്റി കൊണ്ടു നടന്നത് ദാവൂദ് ഇബ്രാഹിം ആണെന്നാണ് അന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ അതിനുശേഷമാണ് മൂപ്പർ ഇത്ര വാണ്ടഡ് ക്രിമിനലായി മാറിയതും. ഇപ്പോൾ ഫോബ്സിൻ്റെ ഏതൊരു വർഷം അവർ പുറത്തു വിട്ട ഒരു വാണ്ടഡ് ലിസ്റ്റ് ഉണ്ട്, മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസ് ഓഫ് ദ വേൾഡ്. അതിൽ സെക്കൻഡ് ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു. അതിൽ ഫസ്റ്റ് അൽഖ്വയ്ദയിലെ ഏതൊരു നേതാവായിരുന്നു. മൂപ്പര് കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് കണ്ട് മരിച്ചു. അതിനുശേഷം ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമാണ് ടോപ്പ് 1 ആ ലിസ്റ്റ് പ്രകാരം. എന്താ വാണ്ടഡ് ക്രിമിനൽ 200 CR ആണ് തലക്ക് വിലട്ടുന്നത്. 200 CR. വീരപ്പന് ഒരിക്കലും ദാവൂദ് ഇബ്രാഹിമാണ് ഏറ്റവും കൂടുതൽ പണം ഉള്ള ഇന്ത്യക്കാരൻ, ലൈക്ക് തലക്ക് വില പറഞ്ഞത്. അതെ, അത് കഴിഞ്ഞാൽ വീരപ്പനാ. പക്ഷെ ഞാൻ 5 കോടിയൊക്കെ ഉള്ളൂ തലക്ക്. 5 കോടി എത്ര കോടി ആയാലും എത്ര കറക്റ്റ് കോടി എത്ര ആവട്ടെ, പക്ഷെ അയാളെ സെക്കൻഡ് ആയതിലും വീരപ്പനെ തെരയാൻ വേണ്ടിയിട്ട് 100 കോടി രൂപയാണ് വീരപ്പനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഗവൺമെന്റ് മൊത്തം ചെലവാക്കിയെന്നാ പറഞ്ഞത്. കിട്ടിയിട്ടില്ല. വീരപ്പന്റെ കഥ ഇൻട്രസ്റ്റിംഗ് ആണ്. പാബ്ലോ എസ്കോബാറിന്റെ കഥയിലേറെ എനിക്കിഷ്ടമായത് വീരപ്പന്റെ കഥയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീരപ്പൻ 14ാമത്തെ വയസ്സിൽ തുടങ്ങിയ ആനനെ കൊല്ലല. അയാളെ ആ ഒരു ടീനേജ് ടൈമിൽ തന്നെ അയാൾ എന്ത് ചെയ്ത് ഒരു വെടിവെച്ച് പന്നിനെ കൊന്ന ടൈം കേസിൽ പിന്നെ പോലീസ് പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ട് കാട് കയറിയതാ. പിന്നെ അങ്ങനെ ഒരു ഗ്യാങ്സ്റ്ററായി മാറുന്ന അയാളെന്ത് ചെയ്ത് ആനകളെ കൊന്നു തുടങ്ങി. അതിൻ്റെ കൊമ്പ് വിൽക്കലാണ് ആളെ ജോലി. അപ്പോൾ എത്ര 100 കണക്കിന് ആനകളെ അയാൾ കൊന്നിട്ടുണ്ട്. ചിലർ 1000 ആനകളെ കൊന്നെന്നും പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പിന്നെ കാട്ടിലെത്തി. കാടെന്ന് പറഞ്ഞാൽ നമ്മളെ വിചാരിക്കുന്ന കൊടുംവനം, ചെറിയ കാടൊന്നുമില്ല. 14,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. കേരള, കർണാടക, തമിഴ്നാട് ഈ 3 സംസ്ഥാനങ്ങളും അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു. അതെ. അപ്പോൾ അയാൾ എന്ത് ചെയ്ത് അയാൾ കാട്ടിലോട്ട് കയറും, അയാൾ ഈ ആനകളെ കൊല്ലും, അതിൻ്റെ കൊമ്പ് വിദേശത്തേക്ക് കടത്തും. 140 കോടിക്ക് അയാൾ ആനക്കൊമ്പ് മാത്രം വിറ്റിക്കണമെന്നാണ് പറയുന്നത്. എത്ര? 140 കോടി. നമ്മൾ പറയുന്നത് 140 കോടി ഏത് വർഷങ്ങളിലാന്ന് നോക്കണം. 80s 90s ഈ ടൈമിലൊക്കെയാണ് ഇയാൾ ഈ ചെയ്യുന്നത്. അപ്പോൾ അന്ന് അയാൾ അങ്ങനെ ചെയ്തു. എന്നിട്ട് അയാളെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഇയാളെ കിട്ടണില്ല. ഇയാളെ അനിയനെ വെച്ച് നോക്കി, നടന്നില്ല. അനിയനെ കസ്റ്റഡിയിൽ വെച്ച് മരിച്ചു. അനിയൻ കൊന്നതാണെന്നും പറയുന്നുണ്ട്, ആള് മരിച്ചതാണെന്നും പറയുന്നുണ്ട്. അതിന്റെ പ്രതികാരമായിട്ട് ആ പോലീസ് ഓഫീസറിനെ കൊന്ന്. സിസ്റ്റർ അതിന്റെ മുമ്പ് മരിച്ചിട്ടുണ്ട്. സിസ്റ്റർ ഇതേപോലെ തന്നെ മരിച്ചു. അയാളെ നാട്ടിൽ ചാരന്മാരെ വെച്ച് ഇവർ നോക്കി, നടന്നില്ല. 22 പോലീസുകാരെ ഒറ്റ വണ്ടിയിൽ വെച്ചിട്ട് ഇയാള് ബ്ലാസ്റ്റിൽ കൊന്ന്. ആലോചിച്ച് നോക്ക്. ഇയാള് വേറൊരു കഥ, ഇയാൾ ഓരോ നടന്മാരൊക്കെ തട്ടിക്കൊണ്ടുപോകും. അല്ല, നടന്മാരല്ല, ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ, മന്ത്രിമാരെ അവിടേക്ക് വേണ്ടി. അപ്പൊ ഇയാൾ ഓരോ കാര്യങ്ങൾ പറയും. പിന്നെ ഇന്ന പൊളിറ്റിക്സിൽ നിന്ന് ഇന്ന ആളെ മാറ്റണം, ജയിലിൽ നിന്ന് ഇന്ന ആളെ ഇറക്കണം, ബാംഗ്ലൂരിൽ ഇന്ന പ്രതിമ പണിയണം, ഇന്ന ആളെ, അങ്ങനത്തെ ഡിമാൻഡ് വെക്കും. എന്നാളും ഇവരെ വിടുക. അതിൽ അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ഒരുപാട് ആൾക്കാരെ ഇയാൾ വിടാതെ തന്നെ അവിടുന്ന് കൊന്ന കുറേ കഥകളുണ്ട്. അപ്പം അങ്ങനെ ഇയാൾ എന്ത് ചെയ്ത്
സ്റ്റാലിനെ ഫസ്റ്റ് MK സ്റ്റാലിൻ ഉണ്ടല്ലോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തമിഴ്നാടിൻ്റെ, അയാളെ പിടിച്ച് പിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുള്ള പ്ലാനായിട്ടിരുന്നത്. പക്ഷെ നടന്നില്ല, അത് പാളി. അയാൾ നല്ല സെക്യൂരിറ്റി നല്ല സ്ട്രോങ് ആയതുകൊണ്ട് അയാളെ നടന്നില്ല. പിന്നെ മറ്റേ ഇയാളെ നോക്കി, ആരെ, രജനീകാന്തിനെ, അതൊന്നും നടന്നില്ല. പിന്നെ ഏതോ രാജ്കുമാർ എന്ന് പറഞ്ഞിട്ടൊരു കന്നഡ ആക്ടറാണ് ഇയാൾക്ക് കിട്ടിയത്, ഒരു കുറച്ച് പ്രായമായ ആ ടൈമിൽ. എന്നിട്ട് അയാളെ കൊടുത്തിട്ടാണ് ഇയാൾ പിന്നെ എന്തൊക്കെ എന്ത് വെച്ചിട്ട് ഇയാൾക്കൊരു ലഹരിയാണ്, ആൾക്കാർ വീരപ്പനെ പേടിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ലഹരിയാണ് വീരപ്പൻ. പക്ഷെ ഒരുപാട് ആദിവാസി ഗ്രാമങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് നല്ല, അതുകൊണ്ട് തന്നെ നമുക്കത് ആ വനമേഖല ഇപ്പൊ ഈ പറഞ്ഞോ 14,000 ഏക്കറോ അങ്ങനെ എന്തോ അത്രയും ആ ഏരിയയിലൊക്കെ ഒരുപാട് ആദിവാസി പല പല ഗ്രാമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൈ കഴിഞ്ഞ് ഒരുപാട് സഹായങ്ങൾ സഹായിച്ചിട്ട്, അതുകൊണ്ടാണ് പുള്ളിക്ക് അത്രയും കാലം പിടിക്കാണ്ടിരുന്ന പുള്ളി. അതല്ല, ചാരന്മാരെ വെച്ചിട്ടും പുള്ളി അവരെ അത്ര സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിക്ക്. അതെന്തായാലും ഈ വീരപ്പൻ നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ചിട്ട് അയാള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ അത്രയും ആൾക്കാർ കൊന്നിട്ടുണ്ട്. 25 വയസ്സുള്ള ഒരു ഗാർഡിനെ അയാൾ ഫസ്റ്റ് കൊല്ലുന്നത്, ഫോറസ്റ്റ് ഗാർഡിനെ. പിന്നെ ഇയാളെ ഒരു വട്ടം പിടിക്കപ്പെട്ടു 86 പിടിക്കപ്പെട്ടിട്ട് ഇയാളെ ഏതോ ഒരു സ്പെഷ്യൽ ബിൽഡിങ്ങിൽ ഒക്കെ ആക്കി. ഇയാളവിടുന്ന് എണ്ണ തേച്ചിട്ട് ഊരിപ്പോന്നെന്നും പറയുന്നവരുണ്ട്, കൈക്കൂലി കൊടുത്താണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതിയൊരു ബുക്കുണ്ട്, ഇയാളെ ലാസ്റ്റ് പിടിച്ച ഇയാളെ തിമിരം വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ചികിത്സിക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ഇയാളെ പിടിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും വളഞ്ഞുകൂടി ഇയാളെ വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് വേറൊരു മറുഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അത് ചെയ്തിട്ടില്ല. വീരപ്പൻ ഈസ് ടു പവർഫുൾ. ബിക്കോസ് വീരപ്പൻ്റെ പിറകിൽ ആരാ വർക്ക് ചെയ്തത് എന്നുള്ളത് ആർക്കും അറിയില്ല. ലൈക്ക് ഇന്നും അറിയില്ല വീരപ്പൻ്റെ പിറകിൽ ഈ ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഈ ഒരു കാട്ടിൽ ജീവിക്കുന്ന ആള് ഈ ആനക്കൊമ്പൊക്കെ പാടെ വിദേശത്തേക്ക് കടത്തുന്നത് എങ്ങനെ? ആ പണം എവിടെ അയാളെടുത്ത്? ആ പണം ഇപ്പോഴും എവിടെയെന്ന് അറിയില്ല. എന്ത് ചെയ്തു പണം? ആരാണ് ഇതിൻ്റെ പിന്നിൽ? അതൊന്നും അറിയില്ല. അപ്പം ഇങ്ങനെ വിശ്വസിക്കുന്നത് വീരപ്പൻ്റെ അനിയനും വീരപ്പൻ്റെ സിസ്റ്ററും വീരപ്പനും കസ്റ്റഡിയിൽ എടുത്തിട്ട് മരിച്ചു എന്ന് പറയുന്നത് വെറുതെ എന്നാ പറഞ്ഞു. ഇവരെ കൊന്നു എന്നും പറയുന്നത് വെറുതെ എന്നാ പറയുന്നത്. വീരപ്പന്റെ ബോഡിയൊക്കെ ഞാൻ ടിവിയിൽ അതുപോലുള്ള ആളെ വെച്ചു എന്നൊക്കെ പറയുന്നത് ചില ആൾക്കാര്. പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ വീരപ്പൻ അത്രയും പവർഫുൾ ആയിരുന്നു. വീരപ്പന്റെ പിന്നിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ ഈ ആനക്കൊമ്പ് കള്ളക്കടത്തിൽ ആലോചിച്ച് നോക്കാം. അത്രയും കാട്ടില് ഇങ്ങനെയൊക്കെ കുടുങ്ങി കിടക്കുന്ന ഒരാളെ അവിടുന്ന് വിദേശത്തേക്ക് ഇയാൾക്കും വേണ്ടിയിട്ട് 100 കണക്കിന് 120 പോലീസായിട്ട് മരിച്ചിരിക്കണ് ഇയാളെ പിടിച്ചാൻ പോയിട്ട്. അങ്ങനത്തെ ഒരാൾ വീണ്ടും ഈ ചന്ദനും ആനക്കൊമ്പും കടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്രയും ഉണ്ടായിരിക്കണം. മുഖ്യമന്ത്രിമാരെ തട്ടിക്കൊണ്ടുവരാൻ ഇവരൊക്കെ എവിടെ ഉണ്ട് എന്ന് അറിയാനും പോലീസിന് എന്നെ ആളെ കൺട്രോൾ ഈ 3 സ്റ്റേറ്റാണ് ഇയാളെടുത്ത്. ഇല്ല, അതൊക്കെ ഇപ്പം പറഞ്ഞില്ലേ. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഇന്ത്യ ഒരു കാഴ്ചപ്പാട് വലിയ വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ ഒരു കള്ളക്കടത്ത് തുടങ്ങി, അതിനിപ്പോൾ ഫസ്റ്റ് ഒരു ക്ലയന്റിനെ കിട്ടി, പിന്നെ അതിൽ നിന്ന് ബിൽഡ് ചെയ്ത് അയാൾക്ക് അതിൽ നോളജ് ഉണ്ടാവാം. മനസ്സിലായില്ലേ? അതെങ്ങനെ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മള് ഞാൻ സിനിമയിൽ കണ്ട ഒരു ഐഡിയ വെച്ചിട്ടാണ് പറയണത്. ഇപ്പോൾ ഫസ്റ്റ് ഒരു ഡ്രഗ് ഡീൽ ചെയ്യുന്നതിനനുസരിച്ച് ഡ്രഗ് ഡീൽ ചെയ്തതിനു ശേഷം പിന്നെ അവരെന്താണ് ക്ലയൻസിനെ കണ്ട് പിന്നെ ആ നെറ്റ്വർക്ക് ഗ്രോ ആവലാണ് ഓട്ടോമാറ്റിക്കലി. ഒരാളെ കണ്ട് അവിടുന്ന് വേറെ ആളെ പരിചയപ്പെട്ട് അങ്ങനെ നെറ്റ്വർക്ക് ഗ്രോ ആവലാണ്. അങ്ങനെ നെറ്റ്വർക്ക് ഗ്രോ ആയതാവാം. ഇനി അഥവാ പിന്നിലൊരാളുള്ളതും ആവാം, മൂപ്പര് സപ്പോർട്ടിന് മൂപ്പര് മുന്നിൽ വെച്ച് കളിച്ചതും ആവാം. പക്ഷെ അങ്ങനെ നെറ്റ്വർക്ക് ഗ്രോ ആവാൻ അധികം സമയമൊന്നും വേണ്ട, അത് പെട്ടെന്ന് തന്നെ ഗ്രോ ആവുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ പോലീസുമാർ അതിൻ്റെ ഇപ്പോഴത്തൊരു കേസൊക്കെ അതിൻ്റെ ഇത് വന്നിരുന്നു. അതായത് അവിടെ അന്ന് കയറിയ പോലീസുമാർ കുറേ പീഡിപ്പിച്ചെന്നൊക്കെ പറയുന്നത് അവിടുത്തെ ആ ഗ്രാമത്തിലുള്ള. അങ്ങനെ ഒരു വീരപ്പൻ എന്ന് പറഞ്ഞത് കേരളത്തിനെ സൗത്ത് ഇന്ത്യനെ കുലിക്കലും തന്നെയാണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വീരപ്പൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് അല്ലേ. പിന്നെ കുറേ ബുക്സ് ഉണ്ട്. ഇത് വീരപ്പനെ പിടിച്ച ആൾ ലാസ്റ്റ് തിമിരം വന്നിട്ടാണ് വീരപ്പനെ 2004 പോയി പിടിച്ച് അയാൾ ഇതാകുന്നത്. അതുവരെ വീരപ്പൻ വിറപ്പിച്ചിട്ടുണ്ട് ആ നാട്ടുകാരെയും പോലീസിനെയും എല്ലാവരും. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഇപ്പോഴും ഞാൻ എത്ര ചെറിയ ക്ലാസ് പഠിക്കുമ്പോഴാണ് ആ വിഷ്വൽസ് ഒക്കെ ടി വിയിൽ ഇങ്ങനെ കാണുന്നത്. അന്നത്തെ കാലത്ത് വീരപ്പനെ ഇഷ്ടമായിരുന്നു. ഞാൻ എന്നിട്ട് വീരപ്പനെ പിടിച്ച സമയത്ത് കരഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ ഈ സംഭവം നടന്നിട്ടുണ്ട്. മൂപ്പര് പിടിച്ച് മരിച്ച സമയത്ത് എനിക്ക് എന്തൊരു സെന്റിമെന്റൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഇയാളൊരു ഹീറോ ആയി കാണുന്നവരുണ്ട് വീരപ്പനെ. ഇയാളെ ഹീറോ ആയി കാണുന്നവരുണ്ട്. ഇയാളെ എത്ര ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ലൈക്ക് അയാളൊരു ഹീറോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
അല്ല ഇവര് ലോക്കൽസ് അണ്ടർ സപ്പോർട്ട് ഇപ്പൊ പാബ്ലോ എസ്കോബാറിന്റെ കേസ് ആണെങ്കിലും ഏതെങ്കിലും ഒരു ഓരോ പാവങ്ങൾക്ക് അത്രത്തോളം സഹായം ചെയ്ത ആളല്ലേ. എസ്കോബാർ എന്താ ചെയ്തത്? കൊളംബിയത്തെ ഒരു ഡ്രഗ് കാർട്ടലിന്റെ മയക്കുമരുന്ന് കൊളംബിയയിൽ തന്നെയാണ് അയാൾ കൊടുത്തിരുന്നത് അതോ വേറെ രാജ്യത്ത് നിന്ന്? കൊളംബിയയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് പല സ്ഥലത്തേക്ക് എത്തിക്കല്ലേ. നമ്മളതിനെ കുറിച്ച് മൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ എസ്കോബാറിന്റെ മോന് പാബ്ലോ എസ്കോബാറിന്റെ മോന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു റീസെന്റ് ഒരാളായിട്ട്. അപ്പോൾ അതിൽ അവനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ എത്ര പൈസ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് അച്ഛൻ്റെ പണം മാനേജ് ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു. ആളെടുത്ത് ഞാൻ ചോദിച്ചു എത്രമാത്രം പണം അച്ഛൻ ഉണ്ടാക്കിയിരുന്നെന്ന്. അപ്പോൾ മയാമിയിൽ നിന്ന് മാത്രം ഒരു വീക്കെൻഡിൽ $50 മില്യൺ എടുത്ര. മനസ്സിലായോ? അയാൾക്ക് നോട്ടിൻ്റെ റബ്ബർ മേടിക്കാൻ വേണ്ടി മാത്രം $2000 വേണമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു വീക്കിലോ ഒരു മാസത്തിലോ. എന്നിട്ട് ഈ പണമൊക്കെ കുഴിച്ചിടലായിരുന്നു. കുഴിച്ചിട്ടിട്ട് ഈ എലികളൊക്കെ തോരണ്ട് തിന്ന ഇതൊക്കെ ഉണ്ടായിരുന്നേ. എലികൾ അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഈ എലികൾ തോരണ്ട് തിന്നെ. അതേപോലെ ഒരു കട ഉണ്ട്, അയാളെ മകളും അയാൾ ഇരിക്കുമ്പോഴത്തെ മകൾക്ക് ചൂടായി തണുത്ത് പോയപ്പോ ഇയാള് $2 അങ്ങനെ എടുത്തോളം കത്തിച്ചത്ര. എന്തൊക്കെ ഉണ്ടായിരുന്നു, എത്രയോ പാവങ്ങളൊക്കെ കാണുമ്പോൾ ഒന്നായിട്ട് പൈസ ഒക്കെ വാരി വിതറിയിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇയാളെ ദൈവം പോലെ കരുതിനെ ഇരുന്നത്. ഇലക്ഷനൊക്കെ നിന്നിട്ട് അയാൾ ജയിച്ച് അവിടുത്തെ പാർലമെന്റിലൊക്കെ പോയി നിന്നിരുന്നല്ലേ. പിന്നെ അതന്നെ. അപ്പോൾ അയാൾ ഇവരൊക്കെ ചെറിയ ചെറിയ കൊലയിലും ഇപ്പൊ എന്താ വെച്ചാൽ ഇവർ ആദ്യം ഈ ഡ്രഗ് ലോജിസ്റ്റിക്സ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോലീസുമായിട്ടും പിടിക്കും. അങ്ങനെ ആ സീരീസിലൊക്കെ ഉണ്ടല്ലോ ഇവർ ആദ്യം ഇങ്ങനെ ഈ ഗാർഡ്സിനെ കൊന്ന് അങ്ങനെയാണ് പിന്നെ ഇവർ ഈ കൊലപാതകമൊക്കെ കൂടുതൽ വരുന്നത്. കൊല്ലുക. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ കൊന്ന് പിന്നെയാണ് അവരുടെ ഈ കൊല്ലിന്റെ കൗണ്ടും മർഡർ കൗണ്ടും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കൂടി വരുന്ന. പിന്നെ അങ്ങനെയാണ് അവരൊരു മാഫിയ അതൊക്കെ മാറണത്, വാണ്ടഡായി മാറണത്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ എന്താ പറയുക ഇയാളെ വലിയ മാൻഷൻസും പൈസ ഇങ്ങോട്ട് വന്നിട്ട് ഇതെന്താ ചെയ്യേണ്ട അറിയില്ലല്ലോ. ബ്ലാക്കിലല്ല പണം വരണ്ടേ. അപ്പം ഇയാൾ ഇങ്ങോട്ട് മേടിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ സൂ പാർക്ക് അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പല മൃഗങ്ങളും കൊണ്ടുവന്നതിനാള്. പക്ഷെ ആളുടെ അതൊക്കെ സാമ്രാജ്യം മൊത്തം എടുത്തിനല്ലോ. പക്ഷെ ആ മൃഗങ്ങളൊക്കെ ഇപ്പോഴും നിന്നിട്ട് അതിപ്പോ അവിടുത്തെ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിക്കണേ. ഹിപ്പോപ്പൊട്ടാമസും സംഭവങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ അവിടെ ആരും നോക്കാനില്ലല്ലോ. ഓ എന്താല്ലേ. അതേപോലെ തന്നെ മൈക്കിൾ ജാക്സൺ ഒരു ചെറിയ കുരങ്ങുണ്ടായിരുന്നു. അതിപ്പോ വലുതായിട്ട് ഇപ്പോഴും ഉണ്ട് ആ കുരങ്ങൻ. ഞാൻ റീസെന്റ് കണ്ടു. അതെ, ആ മൈക്കിൾ ജാക്സൺ ഇതേപോലെ സൂ പാർക്ക് അയാളെ പിന്നെ ഇതിലുണ്ടല്ലോ എന്താ പറയാ അയാൾക്കൊരു മാൻഷൻ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും വിറ്റിട്ടില്ല അത്. അപ്പോൾ അതിലിപ്പോഴും എല്ലാ സെറ്റപ്പും ഉണ്ട്. എന്താ പറയുക ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ സെറ്റപ്പ് എല്ലാം ഉണ്ട് ആ ടൈമിൽ. അപ്പോൾ ഈ പാബ്ലോ എസ്കോബാറിന്റെ കാര്യം പറയുമ്പോൾ എന്താ പറയുക അയാൾ പൊളിറ്റീഷ്യനെ അയാൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ കൊന്ന് തള്ളീന് കണക്കില്ല. എന്നിട്ട് ലാസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ എതിരെ എവിടുന്നൊക്കെ ആർമിക്കൊക്കെ പൈസ കൊടുത്തിട്ട് അയാൾ ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഗവൺമെൻറ് പറയുന്നൊരു കഥ ഉണ്ടാവും, പിന്നെ കാർട്ടൽസിൻ്റെ ഒരു കഥ ഉണ്ടാവും. ഇതിൽ കാർട്ടൽസിൻ്റെ കഥയിലേക്കാണ് നമ്മൾ കേൾക്കുക പാബ്ലോ ഇവിടെ സഹായിച്ചിരുന്നു, കുറേ ആൾക്കാരെ സഹായിച്ചിരുന്നു. പക്ഷെ എത്ര ജഡ്ജിമാരൊക്കെ ഇയാൾ കൊന്നിട്ടുണ്ട് പാബ്ലോ. ഇയാളെ വണ്ടിയിൽ വന്നിട്ട് കൊളംബിയ മൊത്തം വിറപ്പിച്ചിരുന്ന ഒരാളായിരുന്നു. ഈ നമ്മളെ അതേപോലെ എൽ ചാപ്പോ ഉണ്ടായിരുന്നില്ലേ. ഇന്ന് ഗാങ്സ്റ്റേഴ്സിനെ കുറിച്ചുള്ള പറയണ്ടത്. അപ്പോൾ ഗാങ്സ്റ്റേഴ്സിനെ നമ്മൾ പലയിടത്തു നിന്ന് കേൾക്കുമ്പോൾ പല കഥകളും ഉണ്ടാവും. ലൈക്ക് നമ്മൾ മൂവീസ് കണ്ടിട്ടുണ്ടാവും, ബുക്സ് ഉണ്ട്, ഡോക്യുമെൻ്ററീസ് ഉണ്ട്, ആൾക്കാർ പറയുന്ന വീഡിയോസ് ഉണ്ട്. എൽ ചാപ്പോൻ്റെ ആണ് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് കഥ വരുന്നത്. എൽ ചാപ്പോ എന്ന് പറഞ്ഞാൽ കുള്ളൻ എന്നാണ് അർത്ഥം തോന്നുന്നത് അല്ലേ. ഒരു കുള്ളനാണ് എൽ ചാപ്പോ. അപ്പോൾ എൽ ചാപ്പോൻ്റെ മകനൊക്കെ ഇപ്പോഴത്താണ് പിടിച്ചത്. എൽ ചാപ്പോ അതേപോലെ തന്നെ എൽ ചാപ്പോ ഏതാ മെക്സിക്കോ ആണോ അതോ തന്നെയാണോ? മെക്സിക്കോ ആണ്. എൽ ചാപ്പോ എവിടെ നോക്കണം. അതോ കൊളംബിയ അല്ല തോന്നുന്നു. ഒരു മിനിറ്റ്. എൽ ചാപ്പോ മെക്സിക്കനാണ് എൽ ചാപ്പോ. അപ്പോൾ എൽ ചാപ്പോ ചെയ്തൊരു കാര്യമുണ്ട്. എൽ ചാപ്പോ എന്താ ചെയ്തിരുന്ന അറിയോ? ഇയാൾ മെക്സിക്കൻ ബോർഡറിൽ നമ്മളെ ഈ വേൾഡ് വാർ 2 കഴിഞ്ഞ ശേഷം ബങ്കർ ഉണ്ടാക്കാൻ നല്ല പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ജർമ്മനിയിൽ. അങ്ങനെ എൽ ചാപ്പോ എന്ത് ചെയ്ത് ഇവരെ ഹയർ ചെയ്ത് കൊടുന്നിട്ട് ഒരു വീടിൻ്റെ ബാത്തപ്പിൽ നിന്ന് കുഴിച്ചിട്ട് ബങ്കർ ഉണ്ടാക്കിയിട്ട് നേരെ പൊന്തിട്ട് അമേരിക്കൻ്റെ ബോർഡറിൻ്റെ അപ്പുറത്ത് അങ്ങനെ അയാൾ ചെയ്തിരുന്നെന്നാണ് പറഞ്ഞത് ജലജക്ക്. എന്നിട്ട് പോലീസിന് എങ്ങനെയായിട്ട് ഇത് കിട്ടണില്ല.
അപ്പോൾ എന്ത് ചെയ്ത് അപ്പോൾ ഈ അവർ ചെക്ക് ചെയ്തൊരു വീടിൻ്റെ ഇതിൽ പോയപ്പോഴാണ് കിട്ടിയത്. ഈ ടീംസ് ഉണ്ടല്ലോ, ഈ ബങ്കേഴ്സ് ലൈക്ക് അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കേണ്ടതിന് കുഴിച്ചിട്ട് പോകുന്ന സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഇയാളെടുത്തൊരു നല്ല ടീം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വട്ടം ഇയാളെ പോലീസിൽ അറസ്റ്റ് ചെയ്തിട്ട് അയാൾ അവിടുന്ന് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് ഇതേപോലെ ഇവൻ്റെ ടീം കുഴിച്ചിട്ട് ഇപ്പുറത്ത് ജയിൽ വരെ ഇയാളെ സെല്ല് വരെ കുഴിച്ചു. എന്നിട്ട് ഇയാൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ബൈക്ക് ഓടിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ കേട്ടിരിക്കണ കഥ. ബൈക്ക് ഓടിച്ചിട്ട് അയാൾ ജയിലിൽ നിന്ന് അയാൾ ചാടിയിട്ട് ബൈക്ക് ഓടിച്ചിട്ട് ആ തുരങ്കത്ത് കൂടെ അയാൾ എത്ര കിലോമീറ്റർ ഇപ്പുറത്ത് വന്നിട്ട് ഇറങ്ങി. ലാസ്റ്റ് പിടിച്ചിട്ട് ഇപ്പം അയാളെ ഏതോ ഒരു പിന്നെ അത്രയും ഭയങ്കര ജയിലിലോട്ടാക്കി. അങ്ങനെ കുറേ കഥ ഉണ്ട്. പിന്നെ ഇത് പറഞ്ഞ ഈ മറ്റേ നമ്മളെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു കോമഡി സ്റ്റോറി ഉണ്ട്. റിയലായിട്ട് നടന്നാണോ എനിക്കറിയില്ല. മൂപ്പര് ഇതേപോലെ ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് എവിടെ ഒരു കൺട്രി സൈഡിൽ ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടെ പോലീസ് ചെക്കിങ് വന്നു. അതിൽ മൂപ്പരും അവിടുന്ന് എല്ലാവരും ഇറങ്ങി ഓടി. അങ്ങനെ മൂപ്പരിന് ആരും എസ്കേപ്പായി. മൂപ്പര് എസ്കേപ്പ് ആയിട്ട് ഒരു ഫാമിലി ചെന്നാൽ കയറുന്നത്. ആ ഫാമിൽ ചെന്ന് കയറിയിട്ട് അവിടെ ഒരു ഡോങ്കികളൊക്കെ വെച്ചേക്കുന്നൊരു ഇതുണ്ടായിരുന്നു, ഒരു ഫെൻസിങ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൂപ്പര് ഇങ്ങനെ ഹൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഡോങ്കി ഇങ്ങനെ ഒച്ചുണ്ടാക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അയാൾ ഫാമത്തെ ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി ഇങ്ങനെ പതുങ്ങി നിന്ന് അയാൾ പിന്നെ അപ്പോൾ ഡോങ്കി വീണ്ടും കുറച്ച് ഉറക്കൊച്ചുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഫാമിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ വരുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്തു, ഇറങ്ങി ഓടിയപ്പോൾ ഒരു നമ്മൾ ടോമാഞ്ചേരിയിലൊക്കെ കാണൂല ഒരു വടിമ ചവിട്ടിയിട്ട് വടി അടിക്കുന്നത്, അതേപോലെ ഈ ഷവൽമ ചവിട്ടിയിട്ട് ഷവൽ മൂപ്പര മേത്ത് അടിച്ചിട്ട് മൂപ്പര് വീണ് അവിടുത്തെ ആള് വന്ന് മൂപ്പരെ പിടിച്ച്. പക്ഷെ പോലീസുകാർ വരുമ്പോൾ ഇയാൾ പൈസ കൊടുത്തിട്ട് അങ്ങനെ അവിടുന്ന് പോയി എസ്കേപ്പ് ആയി എന്ന് പറയും. അങ്ങനെ ഒരു കോമഡി സ്റ്റോറി ഉണ്ട് ഈ ദാവൂദ് ഇബ്രാഹിം. ഇത് ഫേക്കായിട്ട് അയാളെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഈ ചന്ദനക്കടത്തൊക്കെ എപ്പോഴും ഉണ്ട്. ലൈക്ക് നമ്മൾ കാണുന്നത് പിടിക്കപ്പെടുന്നത് ഈ പാവങ്ങളില്ലേ, മറ്റേ സാജിപ്പാപ്പൻ്റെ ഒക്കെ പോലത്തെ ടീംസ് ചാണകത്തിൻ്റെ ഉള്ളിലൊക്കെ കെട്ടി കൊണ്ടുവരണ്ടേ അതുപോലത്തെ ആൾക്കാരൊക്കെ പിടിക്കുമ്പോഴാണ് ഇത് പിടിക്കപ്പെടുന്നത്. അല്ല വലിയ ടീംസ് ഫുള്ള് ഇവരൊക്കെ അണ്ടറിൽ കാര്യങ്ങൾ അവരുടെ റഡാറിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ചെയ്യുന്നുണ്ടാവും. തടി വെള്ളത്തിലൂടെ കടത്തുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, കാട്ടിൽ നിന്ന് മുറിച്ചിട്ട് വെള്ളത്തിലൂടെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ ലോറിയും ഇതൊക്കെ കൊണ്ട് കാട്ടിൽ കയറുമ്പോൾ പോലീസുകാർ എങ്ങനെ അറിയും. ഇപ്പോഴത്തെ US മറ്റേ ഒരു ആമൻ്റെ പുറത്ത് $50 മില്യൺ വർത്തുള്ള കൊക്കൈന് കടലിൽ നിന്ന് പിടിച്ചിക്കുക ആമൻ്റെ പുറത്ത്. അപ്പോൾ മെക്സിക്കൻ കാർട്ടൽസ് ചെയ്താന്നാണ് പറയുന്നത്. അതെങ്ങനെ ഇവർ ആമൻ്റെ പുറത്ത് കയറ്റിയോ ഒക്കെ, പക്ഷെ എങ്ങനെയാവും ആമ എവിടെ എത്തുന്നൊക്കെ എങ്ങനെ ഇവർ അറിയുന്നേ? അതിന്റെ GPS ഉണ്ടാവും, GPS ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, ട്രെയിനിൻ്റെ ആയിരിക്കും. ഇവരുടെ അടുത്ത് ഇതൊക്കെ ഉണ്ട്. മറ്റേ ആ ഇതുണ്ടല്ലോ ഷിപ്പ് വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകുന്ന സബ്മറൈൻ, ആ സെറ്റപ്പൊക്കെ ഉണ്ട്. സബ്മറൈനിലൊക്കെ കടത്തു വരെ വലിയ സബ്മറൈൻ അല്ല, ലൈക്ക് വെപ്പൺസ് ഒന്നുമില്ല സബ്മറൈൻ അല്ല. ഇപ്പൊ അടുത്തുണ്ടായി മാലിക് ഫിലിമിലുണ്ടല്ലോ ചെറിയ സബ്മറൈൻ, ആ സെറ്റപ്പിലുള്ള സബ്മറൈൻ കുറച്ചൊരു 2021-22 ഒരു കാർട്ടൽസ് സബ്മറൈനിൽ മറ്റേ ഇത് കടത്തുമ്പോൾ ഡ്രഗ്സ് കടത്തുമ്പോൾ US-ൻ്റെ നേവി ഉണ്ട് അവരെ ഓവർടേക്ക് ചെയ്ത് എന്തൊക്കെ സ്പാനിഷിൽ പറയുന്നുണ്ട്. ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പോകുന്നുണ്ട് സ്പീഡിൽ ഇവരും പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് സാധനം കുറച്ച് പൊന്തിയിട്ടാണ് കിടക്കുന്നത്, നല്ല വെള്ളത്തിൻ്റെ അടിയിലല്ല. പണ്ട് പ്രാവുകളൊക്കെ ഉപയോഗിച്ചിട്ട് മെസ്സേജസ് ഒക്കെ അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ടാണ് പ്രാവുകളെ പിന്നെ പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞേക്കാം പ്രാവുകളെ. അപ്പോൾ ഈ എന്താണ് പറയാ അണ്ടർവേൾഡ് ഞാൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞത്. അണ്ടർവേൾഡ് കഥകൾ കുറേ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാരെ കഥകൾ ഇതുപോലെ ഉണ്ട്. വേറെ എന്തെങ്കിലും കഥകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ. അതെ നമ്മളെ ബഡാരാജ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു മലയാളിയിൽ. അയാളെ കഥയാണ് ഭീഷ്മിയിൽ പറയുന്നത്. ലൈക്ക് ഭീഷ്മിയിലൊരു ജസ്റ്റ് അയാളെ പേര് മെൻഷൻ ചെയ്ത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ അയാളും ദാവൂദ് ഇബ്രാഹിം ഒക്കെ ഇരിക്കേണ്ട ഒരു ഫോട്ടോ ഉണ്ട് ഷാർജയിൽ ക്രിക്കറ്റ് കളി ഉണ്ടായപ്പോൾ. അവിടെ നിന്നാണ് ദാവൂദ് ഇബ്രാഹിം ഇങ്ങനെ ഫോം വിളിക്കുന്നത്. അതെ, ദാവൂദ് ഇബ്രാഹിം ഒരു കാലത്ത് എല്ലാവർക്കും ഒരു വില്ലൻ ക്യാരക്ടർ പോലെ അല്ലായിരുന്നില്ല. അയാളൊരു അഡ്മയർ ചെയ്തിരുന്നു കുറെ ആൾക്കാരിലേക്ക്. ഡ്രസ് സെൻസും കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര പോപ്പുലർ. അതെ അയാളെ ഇപ്പോഴും അയാളെ ഫോട്ടോസ് ഒക്കെ എടുത്തെടുക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അത്രയും സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ് ഒരാളായിരുന്നു അയാൾ. അതെ, എന്തായാലും ഇപ്പോഴും 5 കോടി എത്ര കോടിയാ പറഞ്ഞതെന്ന് വെച്ചാൽ 200 ആണ്. അത് ഏതിൽ കാലത്തെ ലിസ്റ്റാന്ന് എനിക്കറിയില്ല. ഫോബ്സ് പുറത്തുവിട്ട ലിസ്റ്റ് പ്രകാരമാണ് അത്. പക്ഷെ ഏത് ഇയറിലാണ് പുറത്തുവിട്ട ലിസ്റ്റ് എന്ന് കറക്റ്റ് എനിക്കും അറിയില്ല. അതേപോലെ കുറേ ആൾക്കാരുണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇവരെ
ഫോബ്സിന്റെ അല്ല മറ്റേ ഈ ഇന്റർപോളിന്റെ വെബ്സൈറ്റ് നമുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഏതൊക്കെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ നമുക്ക് ഇന്റർപോളിന്റെ ലിസ്റ്റിൽ ഇപ്പൊ വിജയ് മല്യ അവരൊക്കെ ഉണ്ടല്ലോ മോസ്റ്റ് വാണ്ടഡില്. വിജയ് മല്യ ഉണ്ടോ ഉണ്ടാവും, കാരണം അവരൊക്കെ ഇതുപോലെ ഇന്ത്യന്ന്. പക്ഷെ ആള് UK സെറ്റിൽഡ് ആയില്ലേ? ഉണ്ട്. UK ഒരു ഞാൻ ഇപ്പൊ റീസെന്റ് ഒരു യൂട്യൂബർ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കൂട്ടത്തിൽ വിജയ് മല്യന്റെ അടുത്ത് അയാൾ വിജയ് മല്യനെ യാദൃശ്ചികമായി കാണുകയാണ്. ഒരു UK പൗരന് എന്തോ ആണ് അയാൾ. എന്നിട്ട് അയാൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വിജയ് മല്യനോട്, നിങ്ങൾ ഇത്ര ഫണ്ട് ഇതാക്കി വന്നതല്ലേ അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിജയ് മല്യൻ എന്നൊക്കെ പറഞ്ഞ് കൈ കാട്ടി. UK വേറെ ആരൊക്കെയുണ്ട്? ഏതൊരു മോഡി ഉണ്ടല്ലോ, നീരവ് മോദി. അയാളെടുത്ത് UK സ്ട്രീറ്റിൽ നിന്ന് അയാൾ എത്രയും ഇതേപോലെ ഇന്ത്യൻ്റെ പൈസ കട്ടെടുത്ത് പോന്നാണ്. അപ്പോൾ അയാളെടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ, അയാൾ ഒരു 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 ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട് സ്ട്രീറ്റിൽ വെച്ച് കുറേ ചോദ്യം, ഒന്നിനും ആൻസർ പറഞ്ഞില്ല, അയാളാണ് പോയി. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബാംഗ്ലൂർ ഒരു സാധാ ബിൽഡിങ്ങിൻ്റെ മേലെ വേറൊരു മാൻഷൻ പെൻറ്റ് ഹൗസ് ഒക്കെ ഉണ്ടായിട്ടുള്ള സെറ്റപ്പ്, കിങ് ഫിഷർ ബിൽഡിങ്ങിന്റെ മുകളിലെ, അത് മല്യന്റെ ആണോ? എനിക്കറിഞ്ഞൂടാ. ഒരു സാധാ ബിൽഡിങ്, ലൈക്ക് വലിയൊരു ബിൽഡിങ്, അതിന്റെ മുകളിലൊരു വീട്, പിന്നെ അത് നല്ല വൈറലായി അതിന്റെ ഡ്രോൺ ഷോട്ട് ഇപ്പെടുത്ത ആ വീഡിയോ. അങ്ങനെ ഒരു വീഡിയോ കുറെ ഇറങ്ങിയിരുന്നേ. ഏതായാലും ഈ ഗാങ്സ്റ്റേഴ്സിന്റെ കഥ പറയുകയാണെന്ന് വെച്ചാൽ കുറേ ഉണ്ടാവും, ഒരുപാട് പറയാനുണ്ട് ഗാങ്സ്റ്റേഴ്സിൻ്റെ. ഏതായാലും ഈ ചോട്ടാ രാജനൊക്കെ ഇപ്പോഴത്തെ പിടിച്ചിരുന്നു. അപ്പോൾ അയാളെ പിടിച്ച ടൈമിൽ ദാവൂദിൻ്റെ ആൾക്കാർ ഇപ്പോഴത്തെ പിടിച്ചത് 2-3 വർഷമായിട്ടുള്ളൂ. ദാവൂദിൻ്റെ ആൾക്കാർ ജയിലിലുണ്ട്, കൊല്ലും. അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഇത് വേണമെന്ന് ഇയാളാ പറയുന്നത്, ചോട്ടാ രാജൻ. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ട്. ഏതായാലും ഗാങ്സ്റ്റേഴ്സിന്റെ കഥകൾ ഇനി നമുക്ക് വേറൊരു തുടർന്നുകൊണ്ടിരിക്കും പറഞ്ഞില്ലേ. ഞാൻ ഇന്ന് പോഡ്കാസ്റ്റിൽ വേറെ കാര്യങ്ങൾ പറയണതിന് റീസെന്റ് ഞാനൊരു ഇതിങ്ങനെ ഒരു ഷോർട്ട് കണ്ടു, ChatGPT 2 എന്ന് പറഞ്ഞ സാധനം. അത് നമ്മളെ വ്യൂസ് ആരെങ്കിലും കേട്ടിക്കണോ എനിക്കറിയില്ല. അതിപ്പോൾ കുറച്ച് ടൈം ആയി, 2 weeks 3 weeks എന്തോ ആയി തോന്നുന്നു. അതിൽ ഇവർ ആ ബ്ലോഗിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ChatGPT 2 എന്ന് പറഞ്ഞ സാധനം വന്നിക്കുക. അതായത് നമുക്കൊരു സൈറ്റ് ഉണ്ട്, LMSY.org അങ്ങനെ എന്തൊരു വെബ്സൈറ്റ്. അതിൽ നമുക്ക് പ്രോംപ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ പല ചാറ്റ് ബോട്ടുകൾ നമുക്ക് ആൻസർ തരും. മീൻസ് ഓരോ വട്ടം നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴും പല മോഡൽസാണ് നമുക്ക് ആൻസേഴ്സ് തരിക. ഫോട്ടോസ് ജനറേറ്റ് ചെയ്യും, ഇങ്ങനെ കഥകൾ തരും, അല്ലെങ്കിൽ നമുക്ക് ChatGPTന്റെ എല്ലാ സാധനങ്ങളും അതിൽ തരും. പക്ഷേ ChatGPT അല്ല, അതിൽ പല ബോട്ടുകളെ തരാം. അപ്പോൾ ഇതിലിങ്ങനെ ആൾക്കാർ അതെന്താ വെച്ചാൽ പല കമ്പനീസും അവരുടെ ഈ ചാറ്റ് ബോട്ടുകൾ ടെസ്റ്റ് ചെയ്യാനിടുന്നതാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് അതിൽ ചാറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് ടെസ്റ്റിംഗ് ആയിട്ട് അവർക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഒരാൾ ഇതുപോലെ അവരുടെ ഒരു പ്രോംപ്റ്റ് കൊടുത്ത സമയത്ത് ChatGPT 2 എന്ന് പറഞ്ഞിട്ട് ഒരു AI മോഡൽ ഇവർക്ക് ആൻസർ കൊടുത്തു. അപ്പോൾ ഈ ChatGPT 2 എന്ന് പറഞ്ഞ സാധനം OpenAI റിലീസ് ചെയ്തതല്ല എന്നാണ് OpenAI പറയുന്നത്, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ചയോ 2 weeksനിടയിൽ വേറൊരു വേർഷൻ വന്നിട്ട് ഐ ആം ഓൾസോ ChatGPT 2 എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഒരു ഹൈഫൺ ഇട്ടിട്ടൊരു സംഭവമാണ്. അതായത് ഒരു മോഡലാണ്, AI മോഡൽ നെയിമിങ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ChatGPTന്റെ ഇപ്പോൾ സാമാൾട്ട്മാനും ഇവരൊക്കെ പറഞ്ഞിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലോഗിൽ പറയുന്നത് ഇവരല്ല ഇത് റിലീസ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. എന്തോ എക്സ്റ്റിലെ ട്വിറ്ററിൽ എന്തോ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ChatGPT തന്നെ അതിൻ്റെ ഒരു ബെറ്റർ വെർഷൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം ഡേഞ്ചറസ് ആണ്, ഫേക്ക് ആണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ChatGPT ഒരു നാരോ AI ആണ്. നമ്മൾ നാളെ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ സ്പെസിഫിക് ഫംഗ്ഷൻ അല്ലാതെ അതിന് സ്വന്തമായിട്ട് ആ ഒരു സ്പെസിഫിക് കേപ്പബിലിറ്റി അല്ലാതെ അതിന്റെ പുറത്തേക്ക് പോകാറ്റില്ല. കാരണം അതൊക്കെ മെഷീൻ ലേണിംഗ് ബേസ്ഡ് ആണ് നമ്മൾ പറയുന്നതാണ്. പക്ഷേ അതിന് സ്വന്തമായിട്ട് ഒരിക്കലും, കാരണം അതാണ് വീക്ക് AIയും സ്ട്രോങ് AIയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് സ്ട്രോങ് AIക്ക് എത്താൻ ഇനിയും ടൈം എടുക്കും. അതായത് ഇത്രയും ഫംഗ്ഷൻസ് സ്വന്തമായിട്ട് ചെയ്യും. ഇപ്പൊ ChatGPT പറഞ്ഞിട്ടുള്ള ആ സ്പെസിഫിക് ഫംഗ്ഷൻസിന് മാത്രമാണ് അങ്ങനെ ആവാം, ഈ പറഞ്ഞത് ആയിരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ അല്ലാത്തൊരു കേസ് ചിന്തിച്ചു നോക്കി എത്രത്തോളം ഡേഞ്ചറസ് ആണ് അതെന്നുള്ളത്. അല്ല, അത് പോസിബിൾ അല്ല. VK വെച്ചിട്ട് ഒരിക്കലും പോസിബിൾ അല്ല. ഇതില് പെയ്ഡ് വെർഷൻ ഉണ്ടോ അതോ ജസ്റ്റ് എല്ലാവർക്കും ഒരു? അല്ല, ഇത് ജസ്റ്റ് ഇപ്പോൾ ChatGPT പോലത്തെ ഒരു UI അല്ല. ഇത് ജസ്റ്റ് നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ പല ചാറ്റ് ബോട്ടുകൾ നമുക്ക് ആൻസേഴ്സ് തരുന്നത്. അപ്പൊ അതിലൊരു സാധനം കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരിക്കലും സ്വന്തമായിട്ട് ചിന്തിക്കുക കാര്യങ്ങളൊന്നല്ല. ഇത് ജസ്റ്റ് ഹ്യൂമൻ തിങ്കിങ് മിമിക്കാനുള്ള ആൽഗോരിതംസ് മാത്രമാണ്. അതാ മെഷീൻ ലേണിംഗ് ബേസ്ഡ്. ആ കോഡിംഗ് ബേസിസിൽ അവർ ആ സ്പെസിഫിക് ഫംഗ്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കൊണ്ട് എന്താ വെച്ചാ ഇത് API, നമുക്ക് API കിട്ടും എല്ലാ. പിന്നെ അല്ല, API എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വെബ്സൈറ്റിലൊക്കെ കൊടുക്കാണ്ട് ChatGPTയുടെ ബോട്ട്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എന്ത് AI അസിസ്റ്റന്റ് ആയിട്ട് ChatGPT ഒക്കെ വർക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഈ വെബ്സൈറ്റ് മൾട്ടിപ്പിൾ APIs ഉപയോഗിച്ചിട്ട്
ChatGPT വേറെ ഈ പറഞ്ഞ ലിസ്റ്റ് ഓഫ് അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് പല റിസൾട്ട് മൾട്ടിപ്പിൾ റിസൾട്ട് അവിടെ വരുന്നതാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നത് അതാവണം, അതായിരിക്കണം. അതെ. അപ്പൊ അതിൽ വേണ്ടി ChatGPT API ഉപയോഗിച്ചുകൊണ്ട് ChatGPT കൊടുക്കും ആൻസർ. വേറെ ഏതാണോ വേറെ ഇതേപോലത്തെ വെബ്സൈറ്റുകാർ ഉപയോഗിക്കുന്ന APIs അല്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാനൊരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് അതിൽ കൊണ്ട് ഡിപ്ലോയ് ചെയ്യാം. അപ്പൊ വേറെ ആൾക്കാർക്ക് ഇപ്പൊ നമ്മളെ പോലത്തെ യൂസേഴ്സിനെ യൂസ് ചെയ്യാം. അങ്ങനത്തെ സംഭവമാണ് ഈ വെബ്സൈറ്റ്. അതിന്റെ ഒരു പ്ലാറ്റ്ഫോം മാത്രം. അപ്പൊ ആരെങ്കിലും കൊടുത്തിട്ടതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം എന്ന് ഇങ്ങനെ ഒരു റൂമേഴ്സ് ഉണ്ട്, മനസ്സിലല്ലേ? അതേപോലെ തന്നെ ലൈക്ക് വേറൊരു കാര്യം, ഞാൻ ഒരു വട്ടം ഞാൻ പറഞ്ഞു കൊടുത്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ BYD കാർ എന്ന് പറഞ്ഞിട്ടൊരു കാറ് പറഞ്ഞിരുന്നു. നമ്മൾ കാറിൻ്റെ കാര്യങ്ങൾ കുറേ ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ BYD കാറ് പറഞ്ഞിട്ട് ഞാനൊരു SUV പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും BYD തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ടൊയോട്ടക്ക് ലക്സസ് ഉള്ള പോലെ, നിസാൻ ഇൻഫിനിറ്റി, അങ്ങനെ സബ് ബ്രാൻഡ്സ് ഉള്ള പോലെ BYDക്ക് തന്നെ പല ബ്രാൻഡ്സും ഉണ്ട്. ഡെൻജൻ, അതുപോലെ തന്നെ യാങ് വാങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ യാങ് വാങ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഒരു മോഡലാണ് U8 ഈ കാറ്. ഇതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഈ ബോക്സി ഡിസൈൻസുള്ള വണ്ടികളൊക്കെ കാണാൻ ഭയങ്കര അട്രാക്റ്റീവാണ്. നമ്മൾ G-Wagon, ഡിഫൻഡർ പോലത്തെ ഇതേപോലത്തെ ഒരു ഡിസൈനുള്ള വണ്ടി. പിന്നെ ഈ കാറിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പുതിയതായിട്ടൊരു സാധനം വരുമ്പോൾ എപ്പോഴും അത് ഭയങ്കര അട്രാക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ ടെസ്ല വന്ന സമയത്ത് ഓട്ടോ പൈലറ്റ് വന്നു, അത് ഭയങ്കര രീതിയിൽ ശ്രദ്ധ നേടി. അതേപോലെ ഈ കാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കാറിന്. അതാണ് റീൽസിലൊക്കെ കണ്ട് കറങ്ങുന്ന പക്ഷേ ആ വെർഷൻ ഇറങ്ങിയിട്ടില്ല. ഈ വണ്ടിക്ക് വേറെയും പ്രത്യേകതകളുണ്ട്. എന്ന് വെച്ചാൽ വെള്ളത്തിലൂടെ ഫ്ലോട്ട് ചെയ്തിട്ട് അതിന് പോകാൻ പറ്റും, മനസ്സിലായോ? ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഈ വെഹിക്കിളിൽ ഒരു സെൻസർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ടെറൈനിലാണോ പോണത് ആ ടെറൈന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ആക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഈ വണ്ടിക്ക് സാധിക്കും. ഇപ്പോൾ വെള്ളത്തിലേക്ക് പോകണമെങ്കിൽ, സപ്പോസ് വെള്ളത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ എക്സോസ്റ്റ്, എയർ ഇൻടേക്ക്, മറ്റു പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇത് മൊത്തം ക്ലോസ് ആയിട്ട് വണ്ടിൻ്റെ ഗ്ലാസസ് ഒക്കെ പൊങ്ങിയിട്ട് മേലുള്ള സൺറൂഫ് ഓപ്പൺ ആയിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് ഒരു എന്താ പറയുക, ഒരു 3 കിലോമീറ്റർ സ്പീഡ് 4 കിലോമീറ്റർ സ്പീഡ് ആ സ്പീഡിൽ വണ്ടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകാൻ പറ്റും. അതും ചെറിയ വെള്ളത്തിലല്ല, നല്ല വെള്ളത്തിലാണ്. അപ്പൊ ഈ വണ്ടി എന്താണ് കാറിന്റെ പേര്? BYD U8. BYD U8 എന്ന് പറഞ്ഞ ഈ വണ്ടി വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ നോക്കി നിൽക്കുക. അതെ, ലൈക്ക് നമ്മൾ ഇതിന് മുമ്പൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ചൈനയിലെ ആൾക്കാർ ഇതിങ്ങനെ പോകുമ്പോൾ നോക്കി നിൽക്കുക. ഇത് ശരിക്കും ഇങ്ങനത്തെ ഈ വെള്ളത്തിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ടെക്നോളജി അല്ല. ഇപ്പം ആപ്പിള് ഫോണ് വെള്ളത്തിൽ റെസിസ്റ്റൻ്റാന്ന് പറയുന്നില്ല. അതേപോലെ എമർജൻസി സിറ്റുവേഷൻസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം എന്താ വെച്ചാൽ ഓരെന്നെ പറയണത് ഇങ്ങനെ ഒരു വെള്ളത്തിലൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഷോറൂമിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് വണ്ടിയിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. കാരണം ഒരുപാട് ഇലക്ട്രിക് സെറ്റപ്പുകൾ ഓൾറെഡി വണ്ടി ഇലക്ട്രിക് ആണ്, ബാറ്ററി ഓപ്പറേറ്റ് ചെയ്തിട്ടാണ്, ബാറ്ററി ചാർജിലാണ് ഓപ്പറേറ്റ് ചെയ്യണത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഷോർട്ട് സർക്യൂട്ട് മറ്റു വിഷയങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ AI അസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഭയങ്കര അട്രാക്റ്റീവ് ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ്. നാപ്പ ലെതർ പോലത്തെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ ഉപയോഗിച്ചിട്ടാണ് വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ US പ്രൈസ് US എത്തിയിട്ടില്ല എന്ന് തോന്നുന്നത്. US എത്തിയിട്ടില്ല, ചൈനയിലാണുള്ളത്. സ്പേസ് ഉണ്ട് അതിന്റെ ട്രങ്കിലൊക്കെ. അതെ. അപ്പോ ഓൾമോസ്റ്റ് ഹമ്മറൊക്കെ പോലെ അത്യാവശ്യം വലിപ്പമുള്ള വണ്ടി തന്നെയാണല്ലേ. അതാണ് ആ ബോക്സി ഡിസൈനിലെ വലിയ ഡിഫൻഡർ ഇല്ലേ, ലാൻഡ് റോവറിന്റെ അതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് വണ്ടി. ഹമ്മറിന്റെ പുതിയ ഇതൊക്കെ ഉണ്ടല്ലോ, ആ വലിപ്പമുണ്ട്. അപ്പൊ പിന്നെ സൈസ് ഉണ്ടാവും. അതെ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അതേപോലെ തന്നെ നമ്മളെ ഫ്ലൈയിങ് കാർസ് ഉണ്ടല്ലോ, ചൈന റിലീസ് ചെയ്ത ഫ്ലൈയിങ് കാർസ് കണ്ടോ? ലൈക്ക് അവർ നിർത്തിയിട്ടുണ്ട്, അത്രയും ഫ്ലൈയിങ് കാർസ് ഒറ്റയടിക്ക് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഫ്ലൈയിങ് കാർസ് പല കൺട്രീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സൗദി ചെയ്തു, ദുബായ് ചെയ്തു, പക്ഷെ 1-2 കണ്ടിട്ട് ചൈന ഒരുപാടെണ്ണം ഒരു ലോഡ്. അതെ, അവർ ടാക്സി ആയിട്ടല്ലേ ഇറക്കിയിട്ടുള്ളത്. അത് ഇപ്പോൾ ഓപ്പറേഷനിലാണോ? അതായത് ആൾക്കാരെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിക്കാണോ? അത്ര പോപ്പുലർ ആയിട്ടില്ല തോന്നുന്നു. ജസ്റ്റ് ഒന്നൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള സെറ്റപ്പിൽ. അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാസ് പ്രൊഡക്ഷൻ ഓഫ് റോബോട്ട്സ്, ഭയങ്കര മാസമായിട്ട് അവർ ഇങ്ങനത്തെ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാസ് പ്രൊഡക്ഷൻ ഓഫ് റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത് ആമസോണിന്റെ ഒരു വീഡിയോ കണ്ടു. ആമസോണിന്റെ വെയർ ഹൗസിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന സെറ്റപ്പ് ആണല്ലോ. ഒരുപാട് വെയർ ഹൗസിൽ ഫുള്ള് ഹ്യൂമൻ എംപ്ലോയീസ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. റീസെന്റ് ഈ ഹ്യൂമൻ എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്തിട്ട് റോബോട്ട്സ് വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. എന്നിട്ട് ആ ഒരു വീഡിയോയിലുണ്ട് പല ആളുകളും ഒരുപാട് കാലമായിട്ട് ആ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ആളുകൾ ഒരു ഇമോഷനും കരച്ചിലും പരിപാടികളൊക്കെ ആയിട്ട്
AI വന്നപ്പോൾ ജോബ് ഇന്ററാപ്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നത്. ഞാൻ നാളൊരു ചേട്ടനെ കണ്ടിരുന്നു ഇവിടെ വെൽഡറായിട്ട് വന്നതാണ്. അപ്പോൾ അവരും പറഞ്ഞിരുന്നു AI വന്നതിന് ശേഷം വെൽഡിങ്ങിലൊക്കെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. വെൽഡിങ്ങിൽ വരെ വെൽഡിങ്ങിൽ എനിക്ക് നോക്കി ഒരു വർഷം കൊണ്ടാണ് ഇത്രയും ആൾക്കാരെ റിപ്ലേസ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 10 years വൺ ഡേഞ്ചറാ. ഞാൻ പറയുന്നില്ല AI എല്ലാവർക്കും എഫക്റ്റ് ചെയ്യുന്നു, പക്ഷേ എങ്ങനെ AI ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർക്കില്ലേ എങ്ങനെ ഉപയോഗിക്കാൻ ജോബ് ട്രാൻസ്ഫോർമേഷൻ ആണ് കൂടുതൽ നടക്കുക ഈ ഒരു പോയിന്റിൽ. അതിപ്പോൾ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ആദ്യം ഉണ്ടായിരുന്ന ഒരു തരം ജോലിയായിരുന്നു, പിന്നെ ട്രാൻസ്ഫോം ആയിട്ട് വേറെ രീതിക്കാകും. അപ്പോൾ അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പുതിയ മാർക്കറ്റിൽ നമ്മൾ സ്വന്തം നമ്മളെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റീസ് അനുസരിച്ച് വരും, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും. എലൺ മസ്ക് പറഞ്ഞതുപോലെ നമുക്ക് ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യേണ്ടി വരില്ല, നമുക്കൊക്കെ ഓരോ AI മോഡൽസ് ഉണ്ടാവും, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാം. വി വിൽ ജസ്റ്റ് റെസ്റ്റ്. അതെ അതാവും. പക്ഷേ നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ലൈഫായി മാറും. എന്താ വെച്ചാൽ കുറെ ആൾക്കാർക്ക് നമ്മളെ അങ്ങനെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പോലെ നമ്മളെ അവർക്ക് നമ്മളെ കൊല്ലും വേണ്ട, നമ്മൾ പണം ഉണ്ടാക്കും വേണ്ട, നമ്മളെ ജസ്റ്റ് ഇങ്ങനെ ജീവിപ്പിക്കണം. നമ്മളെല്ലാവരും ഒരേ ലെവൽ ഓഫ് വെൽത്തിലോ അല്ലെങ്കിൽ ഒരേ ക്ലാസ്സിലോ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സൊസൈറ്റി എക്സിസ്റ്റ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. WMF ഒരു പ്ലാന് മുന്നോട്ട് വെച്ചിരുന്നു. ഒഫീഷ്യലായിട്ടല്ല, IMF ആണോ മറ്റേ വേൾഡ് എക്കണോമിക് ഫോറം അല്ലേ അത്. WMF എന്നാ പറഞ്ഞത്. വേൾഡ് എക്കണോമിക് ഫോറത്തിൽ അവർ പറഞ്ഞത് ഇതാണ്, എല്ലാവരുടെ വയസ്സിലും നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യാന്നുവെച്ചെങ്കിൽ എല്ലാവർക്കും ബാലൻസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അജണ്ടാസ് ഇപ്പോൾ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ആൾക്കാരത് ടോളറേറ്റ് ചെയ്ത് ഒക്കെ ഇതൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്ലാന്റ് ബേസ്ഡ് മീറ്റ്, ഇപ്പം ഞാൻ മാക്സ് ബർഗറിൽ പോയി, അവിടെ പ്ലാന്റ് ബേസ്ഡ് മീറ്റ് ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരുപാടുണ്ട്. ഞാൻ നമ്മൾ പോയപ്പോൾ അല്ല, പക്ഷെ 2 ഓപ്ഷൻസ് ഉണ്ട്. വെജ് ഉണ്ട്. വെജ് എടുത്ത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് അരച്ചിട്ടുള്ള ആ സംഭവം, നമ്മളെ മറ്റേ ഫലാഫൽ പോലത്തെ സാധനം. പിന്നെ പ്ലാന്റ് ബേസ്ഡ് ആണെങ്കിൽ അത് ചിക്കൻ ആണോ പ്ലാന്റ് ആണെന്ന് മനസ്സിലാവില്ല. ചിക്കൻ ടേസ്റ്റ് ഉള്ള ശരിക്കും എന്താ എങ്ങനെയാണ് പ്രൊഡക്ഷൻ സാധനം? ഈ സെല്ലെടുത്തിട്ടേ ഇപ്പോൾ ഒരു ചിക്കൻ അങ്ങനെ വളർന്ന് ആ ചിക്കൻ്റെ എഗ്ഗിൽ നിന്ന് വളർന്നു വരികയാണ്. അതേപോലെ തന്നെ ഇവരെന്താക്കണം വെച്ചാൽ സെല്ലെടുക്കും. ബ്രസ്റ്റ് മാത്രമേ വേണ്ടെങ്കിൽ ബ്രസ്റ്റ് എടുത്തിട്ട് ആ സെല്ലിനെ വെച്ചിട്ട് ഒരു ഗ്രോ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ ഏത് ഇപ്പം സോയ ചങ്ക്സ് ഇല്ലേ, സോയ ചങ്ക്സിൽ നിന്ന് എങ്ങനെ ഒരു ഇത് ഉണ്ടാക്കണം, അതേപോലെ ആ ഒരു ജീനോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ സെല്ല് എടുത്തിട്ട് ആണ് ഇവർ അതിന് ഗ്രോ ചെയ്തിട്ടുണ്ടാകും. പ്ലാന്റ് ബേസ്ഡ് വേറെ തോന്നുന്നു അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അല്ല, അതെ, ആർട്ടിഫിഷ്യൽ മീറ്റ് എന്നുള്ള രീതിയിൽ. ലാബ് ഗ്രോൺ മീറ്റ് ആണ്. ലാബ് ഗ്രോൺ മീറ്റ് ഇറ്റലിയിൽ ബാൻ ചെയ്തു. അവിടുത്തെ ആൾ പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ട. അതേപോലെ ഫ്ലോറിഡയിൽ അവര് ലാബ് ഗ്രോൺ മീറ്റ് പറ്റില്ല. അപ്പൊ നമ്മളന്ന് മാക്സിൽ കണ്ട് പ്ലാന്റ് ബേസ്ഡ് ആവും അല്ലേ? ചവിട്ടിട്ടല്ല പോയത്. അതല്ല, എനിക്ക് മറ്റേ ഓട്ട് മിൽക്ക് ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊരു സ്റ്റാഫ് മുമ്പ് ഉണ്ടായിരുന്നതിന് ഓട്ട് മിൽക്കേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ ആൽമണ്ടിന്റെ മിൽക്ക് എപ്പോ പോയിട്ടും മേടിക്കണം. അത് നല്ല എക്സ്പെൻസീവാ. പക്ഷെ ഞാൻ പറഞ്ഞ ഞാൻ സ്റ്റോറി കണ്ടിട്ടുണ്ട് ഈ ബദാമിന്റെ ആണല്ലോ, ആൽമണ്ട് ബദാമാണല്ലോ അതിന്റെ പറ്റി. പക്ഷെ കട്ടി കുറവാ അത്. പക്ഷേ ഞാൻ പറയട്ടെ, അത് എങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത് അറിയോ? ഇപ്പൊ ശരിക്കും ആൽമണ്ട് മാർക്കറ്റിൽ ഡിമാൻഡുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ഈ ആൽമണ്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന സൈറ്റിൽ ഇത് ആൽമണ്ട് ഷിപ്പ് ചെയ്യുമ്പോഴും ഇതിന്റെ പാക്കിങ് അങ്ങനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വാഷ് ചെയ്യുന്ന സമയത്ത് ആൽമണ്ട് കുറേ വേസ്റ്റേജ് വരും. ഇത് പൊട്ടിയ ആൽമണ്ട്സ് അങ്ങനെ വേസ്റ്റേജ് വരുന്ന ആൽമണ്ട് എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിൽ നിന്നാണ് അതിലേക്ക് ഇവർ കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ആഡ് ചെയ്ത് ആൽമണ്ട് മിൽക്ക് ആക്കാൻ തുടങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ എത്രയോ കുഞ്ഞ് പെർസെൻറ്റേജ് ആൽമണ്ട് ഉള്ളൂ, ബാക്കി ഫുള്ള് ഇതുപോലെ എന്തൊക്കെയോ ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ്. കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ആ ഒരു തോട്ടിൽ നിന്ന് ഈ വേസ്റ്റ് വരുന്ന ആൽമണ്ട് പൊട്ടിയതും ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടുള്ള ആൽമണ്ട് എങ്ങനെ ഉപയോഗപ്രദമാക്കാം, വേസ്റ്റേജ് കുറക്കാം, കമ്പനി പ്രോഫിറ്റബിൾ ആക്കാം എന്നുള്ള തോട്ടിൽ നിന്നാണ് അത് ക്രഷ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് പാലാക്കി
അങ്ങനെ ആൽമണ്ട് മിൽക്ക് ഇറങ്ങുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതിന് ഒരു കാരണവശാലും ആൽമണ്ടിനാണ് വില, സാധാ മിൽക്കാണ് വില കൂടേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ഓവർ പ്രൈസ്ഡ് ആക്കി അങ്ങനെ ആ ഒരു ലേബലിൽ അത് കൊണ്ടുവന്നതാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അജണ്ട പോലെ ആ ലേബലിൽ കൊണ്ടുവന്ന സാധനമാണ് ഈ ആൽമണ്ട് മിൽക്ക് എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനൊരു സ്റ്റോറി പറയാം. എന്താ വെച്ചാൽ US ഫാം ഒരുപാടുണ്ട്, ഒരുപാട് ആളുകൾ ഫാം എന്ന് വെച്ചാൽ കാറ്റിൽ ഫാം അതുപോലത്തെ ഫാംസൊക്കെ. അങ്ങനെ എല്ലാ ആദ്യ സമയങ്ങളിലൊക്കെ ഈ പശുക്കൾക്കും അതുപോലെ തന്നെ ഈ ഫാമിലുള്ള ജീവികൾക്കും ഇവർ കൊടുത്തുകൊണ്ടുന്നത് ഈ പ്ലാന്റ്സ് അതുപോലെ തന്നെ പുല്ലുകൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു സമയത്ത് എന്ന് വെച്ചാൽ അത് ജെൻറ്റിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ വളർന്നു വരും. അങ്ങനെ ഒരു സമയത്ത് ഇവർ സോയ ചങ്ക്സ് ഇല്ലേ, സോയ ചങ്ക്സിനെ കണ്ടുപിടിച്ചു. സോയ ചങ്ക്സിൽ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പശുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരാൻ സഹായിക്കും എന്നുള്ളൊരു കാര്യം ഇവർ കണ്ടുപിടിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എക്സ്പെൻസീവും അല്ല, ചീപ്പായിട്ട് ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന നല്ലൊരു ഹൈ പ്രോട്ടീൻ സോഴ്സാണ്. അപ്പോൾ ഇവരെന്താക്കും, ഈ പശുക്കളെ പോലെയുള്ള ജീവികൾക്കൊക്കെ ഈ സോയ ചങ്ക്സ് നല്ലോണം ഫീഡ് ചെയ്യും. ഈ സോയ ചങ്ക്സ് നല്ലോണം ഫീഡ് ചെയ്തതുകൊണ്ട് തന്നെ പശുക്കൾ നല്ല പ്രോട്ടീൻ സോഴ്സുമാണ്, നല്ല വണ്ണം വെച്ച് നല്ല തടിച്ച് നല്ല കുട്ടപ്പന്മാരായി വരും. കാരണം എന്താ വെച്ചാൽ സോയ ചങ്ക്സിൽ ഈസ്ട്രോജൻ കണ്ടന്റ് കൂടുതലാണ്. മറ്റ് നമ്മളെ എന്താ പറയുക, മറ്റ് കടല, മറ്റ് സ്പൈസസ്, ധാന്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഈ സോയ ചങ്ക്സിലുള്ള ഈസ്ട്രോജൻ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഒരു സമയമായപ്പോൾ ഈ പശുക്കൾ മൊത്തം ഈ സോയ ചങ്ക്സ് കഴിച്ചിട്ട് ആളുകൾക്ക് അത് ലാഭമാണ്, കാരണം നല്ല വണ്ണത്തിലുള്ള നല്ല പശുക്കളെ കിട്ടും. അങ്ങനെ ഈ മീറ്റ് കൊടുത്ത് മാർക്കറ്റിലുള്ള പല ആളുകളിലും പല കാര്യങ്ങളും ഹെൽത്തിൽ ചേഞ്ച് ചെയ്യാൻ വരാൻ തുടങ്ങി, നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ ഏർലി പ്യൂബർട്ടി കണ്ടു തുടങ്ങി, പിന്നെ പെൺകുട്ടി അത് കഴിച്ച ആളുകൾക്ക് നല്ല വണ്ണം വെച്ച് തുടങ്ങി. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾക്ക് നല്ല എന്താ പറയുക ഈസ്ട്രോജൻ കണ്ടന്റ് കൂടുമ്പോൾ സമയത്ത് ആളുകൾ സോയ ചങ്ക്സിലാണ് ഈസ്ട്രോജൻ കണ്ടന്റ് കൂടുന്നത്. ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന, പക്ഷെ സോയ ചങ്ക്സിൽ ഈസ്ട്രോജനെ പ്രൊമോട്ട് ചെയ്യണ സാധനം കഴിക്കുമ്പോ പിന്നെ നമ്മുടെ ബോഡിയിൽ നിന്നാണ് ഈസ്ട്രോജൻ ഉണ്ടാവുന്നത്. എക്സാക്ട്ലി അത് ഈസ്ട്രോജൻ ഉണ്ടാവില്ല. എക്സാക്ട്ലി അത് ഈസ്ട്രോജൻ അല്ല, പക്ഷെ ഒരു ഹോർമോൺ പോലത്തെ ഒരു സാധനം അതിനകത്തുണ്ട് വിച്ച് ഫെസിലിറ്റേറ്റ്സ് ഈസ്ട്രോജൻ ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ അത് ആളുകളിൽ ഈസ്ട്രോജൻ ഗ്രോത്ത് കൂടി, അപ്പോൾ ആളുകളിൽ പല ഡിസീസസും വരാൻ തുടങ്ങി, ഏർലി പ്യൂബർട്ടി മറ്റു വിഷയങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു സമയമായപ്പോഴാണ് എത്രത്തോളം ഇതിന് ഈ വിഷയങ്ങൾ ആളുകളെ ബാധിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായിട്ടാണ് ഈ ഗ്രാസ് ഈറ്റൺ മീറ്റ് എന്ന് പറഞ്ഞ മീറ്റ് സെപ്പറേറ്റ് വരാൻ തുടങ്ങിയത്. അങ്ങനെ ഗ്രാസ് ബേസ്ഡ് മീറ്റിനും മറ്റു മീറ്റിനും നല്ല വില വ്യത്യാസം നമുക്ക് നോക്കിയാൽ മനസ്സിലായി. അതുപോലെ തന്നെ ഫിറ്റ്നസ് ഫ്രീക്സ് ഒക്കെ കഴിക്കുക ഈ പ്ലാന്റ് ബേസ്ഡ് അല്ല ഗ്രാസ് ഈറ്റൺ മീറ്റ് ആയിരിക്കും, മനസ്സിലായോ? അതുപോലെ തന്നെ ഇപ്പൊ മുട്ടയിൽ അതുപോലെ കുറെ കാറ്റഗറീസ് വന്നാണ്. എഗ്ഗിൽ തന്നെ ഇപ്പം പറഞ്ഞപ്പോഴാണ്, അതായത് ഫാം ഗ്രോൺ എഗ് ഉണ്ട്, അതേപോലെ കൂട്ടിൽ, അതായത് അങ്ങനത്തെ കാറ്റഗറി. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഫാമില് റോം ചെയ്ത് നടന്ന് നാച്ചുറൽ പ്രോസസ്സിൽ എന്താ എഗ്, അതല്ലാതെ കൂട്ടിലിട്ട് വളർത്തിയ പോയിന്റ് എഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പല എഗ്ഗുകളുണ്ട്. അതിനൊക്കെ അതിന്റെ കോമ്പണൻസ് വ്യത്യാസമുണ്ട്. അതായത് ഫാമിൽ ഇങ്ങനെ പാറി നടന്ന് ഇങ്ങനെ വിസ്തരിച്ച് നടന്ന് വലിയ ലാൻഡ് കൂടെ നടന്ന് ഉണ്ടാക്കിയ എഗ്ഗിന് വില കൂടുതലുണ്ട്. ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാത്ത ചിക്കൻ പച്ച ബയോ ടാഗ് വെച്ചിട്ട് ആള് പറഞ്ഞു ഈ എഗ്ഗൊക്കെ മേടിക്കുമ്പോ നോക്കണം ഏറ്റവും ഗ്രേഡ് കൂടിയത് പൈസ പോയാലും കുഴപ്പമില്ല. ബയോന്റെ കുറെ എഗ്ഗ് ഉണ്ട് ഇവിടെ വിൽക്കുന്നത്, ഞാൻ ബയോ അടക്കം മേടിക്കും. അല്ല, പക്ഷെ മറ്റേതിൽ തന്നെ ക്ലാസ്സസ് ഉണ്ട്, എന്ന് വെച്ചാൽ AB അങ്ങനെ ഓരോ ക്ലാസ്സസ് ഉണ്ട്. ഭയങ്കര വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷെ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും അതിൽ ഗ്രേഡ് കൂടി നമുക്ക് വാങ്ങാം. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നൂല. ഏതായാലും അതേപോലെ ബഗ്സിനെ നമ്മൾ ഈറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇവരെല്ലാം പുഷ് ചെയ്യുന്നുണ്ട്. നമ്മളെ ബഗ്സ് ഈ പുഴുക്കളൊക്കെ ലൈക്ക് ചൈനക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതിന് നല്ല സപ്പോർട്ടീവാണ്. ബിൽഗേറ്റ്സ് ഒക്കെ നല്ല സപ്പോർട്ടിങ്. ബഗ്സിന് നമുക്ക് അത് ഡെയിലി ലൈഫിൽ നമുക്കൊരു ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സംഭവമായി വരും. ലൈക്ക് ബഗ്സിന് അങ്ങനെയാണ് വരികയാവില്ല. ഇവരെന്തെങ്കിലും ബഗ്സ് വെച്ച് കണ്ട് വല്ല ബിസ്ക്കറ്റ് ഇവരെന്നെ അത് ഗ്രോ ചെയ്യണ ബഗ്സ് ആണ്, അല്ലാതെ പച്ചക്ക് റോട്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ബഗ്സ് അല്ല. അങ്ങനെ ഏതോ ഒരു കൺട്രിയില് ഡെങ്കിപ്പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ആ ഒരു കൈൻഡ് ഓഫ് കൊതുവിനെ എലിമിനേറ്റ് ചെയ്യുന്ന കൊതുവിനെ സിംഗപ്പൂർ തോന്നുന്നു ഇവര് വളർത്തിണ്ടാക്കി. അങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു പ്രോസസ്സാണ്. അതേപോലെ ഈ ബഗ്സിനൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട്, ഗവൺമെന്റിന്റെ പ്രൊജക്ട്സ് ആവും അതൊക്കെ. കുറെ ഇതിനെതിരായി പ്രവർത്തിക്കണ വേറെ എന്തിനേലും കില്ല് ചെയ്യാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് കൊതുകിനൊക്കെ നിങ്ങൾ ഈ ചില ഫ്ലൈറ്റ് ഒക്കെ വന്നിട്ട് കൊതുകിനെ ഒന്നായിട്ട് റിലീസ് ചെയ്യേണ്ട വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ? അതുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പ് വേറൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ മുമ്പത്തെ എപ്പിസോഡിൽ. നിങ്ങൾ കിങ് ചാൾസിൻ്റെ
പോർട്രേറ്റ് റിവീൽ ചെയ്ത് കണ്ടായിരുന്നോ? യെസ്. എന്നിട്ട് ആ ഒരു പിക്ചർ നല്ല റെഡ് കളറാണ് ആ പിക്ചർ. ലൈക്ക് അതൊന്ന് മിറർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഫേസ് വന്ന് അതൊരു കോയിൻസിഡൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാധാരണ ഫേസാ ലൈക്ക് അതന്നെ വന്നേ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിട്ടില്ലേ ഇത് എനിക്ക് ഡൗട്ടായി ലൈക്ക് ഞാൻ ഇത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ശരിയല്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് ആ ഇമേജ് എടുത്തിട്ട് ഫോട്ടോഷോപ്പ് ചെയ്യുന്നവർക്ക് അറിയാം ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുത്തിട്ട് ഇത് രണ്ടും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഒരു ഫേസ് ഉണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം? ഇത് അങ്ങനെ അവരുടെ അടുത്ത് വന്നൊരു ലൈക്ക് അത് അല്ല പർപ്പസ്ലി അവർ ചെയ്തതാണോ എന്നുള്ളതും നമുക്കറിയില്ല. ആ ഇമേജ് ജസ്റ്റ് ഒരു വീക്ക് മുമ്പ് വാൻഡലൈസ് ചെയ്തു. ബട്ട് ഇവർ വന്നിട്ട് ഏതോ ഒരു എന്താ പറയുക ഈ നമ്മളെ ആക്ടിവിസ്റ്റുകളില്ലേ ഇതിൻ്റെയൊക്കെ പൊല്യൂഷൻ ആക്ടിവിസ്റ്റുകളൊക്കെ വന്നിട്ട് ആ പുള്ളിക്കാരുടെ ഇമേജും എന്തൊക്കെ ചെയ്തു പോയി ഒരു 1 വീക്ക് മുമ്പ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കിയൊക്കെ ലൈക്ക് ഇതെന്താ പൊതുവെ അതിനെന്തൊരു പേര് പറയില്ല, എന്തൊരു ബി വെച്ചിട്ട് ആ ഒരു ഫേസിന് എന്തൊരു പേര് പറയില്ല ഫാർഷ. ലൈക്ക് ആ ഇരിക്കണ ആ ഒരു നമ്മൾ ഷെയ്ത്താനാണെന്ന് പറയുന്ന ആ സാധനത്തിന് ബി വെച്ചിട്ടോ ആ ഒരു ബി വെച്ചിട്ട് ഒരു പേരുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ എങ്ങനെ അത് വരുന്നു ലൈക്ക് ഇത്. അപ്പോൾ ഓരോ ഇമേജ് ഇവരുണ്ടാക്കുന്ന ഇത്രയും എലൈറ്റ് ആയ ആൾക്കാരെ ഇമേജ് പോർട്രേറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബാക്കിലൊക്കെ ഓരോ സ്റ്റോറീസ് ഇതേപോലെ ഉണ്ടെങ്കിലോ നമുക്ക് കണ്ടെത്താൻ പറ്റാതെ കാണിച്ചെങ്കിലോ. ഇത് ആൾറെഡി കണ്ടാൽ തന്നെ ഇതൊരു ഡെവിൾ ലുക്കാണ്, ഫുള്ളി റെഡ് കളറായ. ഇത് നിങ്ങൾക്ക് അഴിച്ചു നോക്കിയാൽ കിട്ടും. ലൈക്ക് ട്വിറ്ററിലൊക്കെ നല്ല വൈറലായി പോയിരുന്നു. ഇത് ഞാൻ പറയാൻ വെച്ചിട്ട് സംഭവമാണ്, പക്ഷെ പറയാൻ പറ്റില്ല. ഓക്കെ, വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ റീസെൻ്റ്ലി പെട്രോ ഡോളർ കോൺട്രാക്റ്റ് മാറിയ കണ്ടല്ലേ. എന്നുവെച്ചാൽ സ്റ്റോറി ഭയങ്കര ലോങ് സ്റ്റോറിയാണ്. ആദ്യം ഫസ്റ്റ് മുതലേ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ വെച്ചാൽ 1940s വേൾഡ് വാർ 2 ശേഷം വേൾഡ് എക്കോണമി മൊത്തം തകർന്നു. പല രാജ്യങ്ങളുടെയും കറൻസി എന്നല്ല മൊത്തം എക്കോണമി തകർന്നു കിടക്കുന്ന സാഹചര്യത്തിൽ ഒരു സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരു മെച്ചുള്ള നല്ല വാല്യൂബിൾ ആയിട്ടുള്ളൊരു കറൻസി എന്നുള്ളവർക്ക് US ഡോളറിനെ ഓൾമോസ്റ്റ് 40-50 രാജ്യങ്ങളോളം ഒരു എന്താ പറയുക മൊത്തം വേൾഡ് ട്രേഡിന് അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ പരിഗണിക്കാൻ പറ്റിയൊരു കറൻസി എന്നുള്ള രീതിയിൽ അംഗീകരിച്ചു. US ഡോളർ പ്ലഗ് ചെയ്തിട്ട് അതൊരു ഒരു എന്താ പറയുക ഒരു അസറ്റുമായിട്ട് പ്ലഗ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഗോൾഡിനെ അവർ കൺസിഡർ ചെയ്തു. ആ സമയത്ത് ഗോൾഡുമായിട്ട് പെഗ് ചെയ്തു. അങ്ങനെ ഗോൾഡുമായി പെഗ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയമായപ്പോൾ ഗോൾഡ് റിസർവിൻ്റെ അളവ് കുറഞ്ഞു. ഗോൾഡ് റിസർവിൻ്റെ അളവ് കുറഞ്ഞപ്പോൾ ഗോൾഡുമായി പെഗ് ചെയ്തത് ഒരു റിലീസ് ചെയ്തു, ഒഴിവാക്കിയ കാര്യങ്ങൾ നിർത്തി. ആ സമയത്താണ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 1970s ആ സമയത്താണ് അത് ചെയ്തത്. അങ്ങനെ ഈ 1970s ഈ സമയത്ത് വേൾഡിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, അറബ് കൺട്രീസിനെ. ആ യുദ്ധം നമ്മൾ പറഞ്ഞില്ലേ, ആ സമയത്താണ് അറബ് രാജ്യങ്ങളിൽ നിന്നാണ് GCC അറബ് രാജ്യങ്ങളിൽ നിന്നിട്ടാണ് US പോലുള്ള രാജ്യങ്ങളിലേക്ക് ഓയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണ അന്നും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന രാജ്യമാണ് US. ആ സമയത്താണ് നമ്മളന്ന് പറഞ്ഞ പോലെ കിങ് ഫൈസൽ US ഓയിലുകൾ മൊത്തം കട്ട് ചെയ്യണത്. അത് US-നെയും അതുപോലുള്ള മറ്റു രാജ്യങ്ങളെയും വളരെയധികം എക്കണോമിക്കലി ഭയങ്കര വീക്കാക്കി. എന്ന് വെച്ചാൽ ഓയിൽ പ്രൈസസ് ഭയങ്കര ഷൂട്ടപ്പ് ചെയ്തു. അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് വന്നു. ആ സമയത്ത് US സൗദി അറേബ്യനായിട്ടൊരു കോൺട്രാക്റ്റ് വെക്കുകയാണ്. ഒപെക് രാജ്യങ്ങളുമായിട്ടുള്ള കോൺട്രാക്റ്റ്. അത് വെച്ചാൽ ആ സമയത്ത് US-മായിട്ട് ഒരു കോൺട്രാക്റ്റ് വെച്ചു. സൗദി അറേബ്യ US ഒരു കോൺട്രാക്റ്റ് വെച്ചു. എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യ ഓയിൽ ട്രേഡ് ചെയ്യണം മൊത്തം US ഡോളറിലായിരിക്കും. ഏത് രാജ്യങ്ങളായിട്ടും ട്രേഡ് ചെയ്യണം US ഡോളറിലായിരിക്കും. അതിന് പകരമായിട്ട് സൗദി അറേബ്യക്ക് US ഒരു ആർമി പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി ഓഫർ ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ അത് 50 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. 50 വർഷത്തെ കോൺട്രാക്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് കുറച്ചായി, പക്ഷേ റിന്യൂ ചെയ്യേണ്ട സമയമായിരുന്നു. ആ സമയമായപ്പോൾ ഇത് സൗദി അറേബ്യ റിന്യൂ ചെയ്തിട്ടില്ല. അവരെന്താ പറഞ്ഞത് മൾട്ടിപ്പിൾ കറൻസിയിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ മറ്റേ ബ്രിക്സ് ഫോം ചെയ്തില്ലേ, ബ്രിക്സിൽ സൗദി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിക്സ് ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പുടിൻ സൗത്ത് കൊറിയയിലെത്തി. സൗത്ത് കൊറിയ ബ്രിക്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള താല്പര്യമുള്ള രാജ്യമായി തുടങ്ങുകയാണ്. ഈ ഒക്ടോബറിൽ റഷ്യയിൽ വെച്ചിട്ട് ബ്രിക്സിന്റെ മീറ്റ് ഉണ്ട്. അതിൽ ഒരുപാട് കൺട്രീസ് ഒഫീഷ്യലി ജോയിൻ ചെയ്തു. പക്ഷേ യുഎസിന്റെ ആധിപത്യം പോകാതിരിക്കാം. പക്ഷേ ഇതിന്റെ ഒരു ചലഞ്ചിങ് ഫാക്ടർ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ US-ഉമായിട്ട് ഇതുപോലെ തന്നെ ഓയിൽ ട്രേഡ് മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ ഉടക്കിയിട്ടുള്ള
പല രാജ്യങ്ങൾക്കും പിന്നീട് ഒരുപാട് US-ന്റെ ഭാഗത്തു നിന്നുള്ള പല അറ്റാക്കുകളും വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇറാഖ് എടുക്കാം. ഇറാഖിൽ ഒരുപാട് യുദ്ധങ്ങളും എന്ന് വെച്ചാൽ മാസ് ഡിസ്ട്രക്ഷൻ ഓഫ് വെപ്പൺസോ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് സദ്ദാം ഹുസൈനെ വധിച്ചു. അതുപോലെ തന്നെ ഗദ്ദാഫി എന്ന് വെച്ചാൽ ആഫ്രിക്കയിലുള്ള ഒരു വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സാണ്. ആ ഗദ്ദാഫി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾക്ക് ആ സമയത്ത് ആളുകൾക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ഫിഗർ ആയിട്ടുള്ള ഒരാളായിരുന്നു ഗദ്ദാഫി. ഗദ്ദാഫി മരിച്ച ശേഷം ഗദ്ദാഫി ഒരു ഈവിലാണ്, ഒരു എന്താ പറയുക, ഒരു ഗുണ്ടയാണ് അല്ലെങ്കിൽ ഒരു ബാഡ് ആളാണ് എന്നുള്ള രീതിയിൽ ഓരത് പബ്ലിഷ് ചെയ്യാൻ ആളുകളെ മനസ്സിൽ അങ്ങനത്തെ ഒരു തോട്ട് വന്നു. ഞാൻ ലിബിയയിലുള്ള ഒരു US ചെയ്തത് ലൈക്ക് ഈ പറയുന്ന കാര്യം തന്നെ ഞാൻ പറയട്ടെ. US ചെയ്തത് ഇറാഖും ലിബിയ ഒന്നും സ്റ്റേബിൾ അല്ല, അവരുടെ ഗവൺമെന്റ് സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഡെമോക്രസി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി. ഈ ഗദ്ദാഫിയും സദ്ദാമും പോയ ശേഷം അത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ആൾക്കാർക്ക് മനസ്സിലായത് അവരല്ലിരുന്നില്ല പ്രശ്നക്കാരെന്നുള്ളത്. US ആയിരുന്നു പ്രശ്നം. ഇപ്പൊ അടുത്ത് ഞാൻ ഗദ്ദാഫിനെ കുറിച്ച് വായിച്ചപ്പോ ഇതൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയോ? അല്ല, ഞാൻ ഗദ്ദാഫിനെ പറ്റി പറയാം. ഗദ്ദാഫിനെ പറ്റി പറഞ്ഞാൽ ഗദ്ദാഫി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓയിൽ ട്രേഡ് ഇല്ലേ, ലിബിയ ഭയങ്കരമായിട്ട് ഓയിൽ എന്താ പറയാ ഓയിലുള്ള രാജ്യമാണ്. ഓയിൽ ട്രേഡ് ചെയ്യാനിൽ നിന്നിട്ടുള്ള ഒരു പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ജനങ്ങൾക്ക് സിറ്റിസൺസിന് ബാങ്കിലോട്ട് പോയിരുന്നേ, അവരെ ബാങ്കിലേക്ക് ആലോചിച്ച് നോക്ക്. അതുപോലെ ഒരുപാട് ഫെസിലിറ്റീസ് അയാൾ ചെയ്തു. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ഹെൽത്ത് കെയർ ഫ്രീ. പിന്നെ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് എന്തൊക്കെ കിട്ടും, വീടില്ലാത്തവർക്ക് വീട്, വിദേശത്ത് പോയി പഠിച്ച് തിരിച്ചു വരാനുള്ള സൗകര്യം, ഇലക്ട്രിസിറ്റി ബില്ല് ഫ്രീ, ഇലക്ട്രിസിറ്റി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഫ്രീ. നമ്മളെ നാട്ടില് ഗോൾഡിന് ആൾക്കാർ പോയിരുന്ന ഒരു സ്ഥലമാണ് ലിബിയ. ഗോൾഡിന്റെ റിസർവ് ഉണ്ടായിരുന്നത്. ഇവരെ ഈ സമയത്ത് വേൾഡിലെ ഏറ്റവും വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് ബിഗ് മാൻ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത ഗദ്ദാഫിയാണ്. അങ്ങനെ ലിബിയന്റെ എക്കോണമി നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി വരുന്ന സമയത്ത് ആഫ്രിക്കൻ യൂണിയൻ മൊത്തം ഒരു കറൻസി വേണം. ഗോൾഡ് ദിനാർ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഗോൾഡ് ദിനാർ എന്നുള്ള കറൻസിയിലായിരിക്കും ഇനി ആഫ്രിക്കയുമായി മറ്റു രാജ്യങ്ങൾ ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഗദ്ദാഫി മുന്നോട്ട് വെച്ചു. അത് US-ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അയാൾ പോയിക്കാണ്ട് ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട് മറ്റേത്. അത് കണ്ടിട്ടുണ്ടോ? UN-ലൊക്കെ പോയിട്ട് ഗദ്ദാഫി ഭയങ്കര എന്തൊക്കെയോ ഒരു ഇവര് ഇറക്കിയൊരു നിയമം ഇങ്ങനെ വലിച്ചേർന്ന്. ഈ ഗദ്ദാഫിനെ നമ്മൾ ഈ കഥകളൊന്നും ആർക്കും അറിയില്ല. ഗദ്ദാഫി ചെയ്തൊരു 16 കാര്യങ്ങളുണ്ടായിരുന്നു അയാളെ ഗവൺമെന്റിന്, അയാളെ അവിടുത്തെ ആൾക്കാർക്ക്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു രാജ്യം എങ്ങനെയാണ് ഇപ്പൊ എടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ? ഞാനൊരു റെഫ്യൂജിനെ കണ്ടിട്ടുണ്ട് ലിബിയയിൽ നിന്നുള്ള. അയാളിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കവിടെ 2 ബിസിനസ് ഉണ്ടായിരുന്നേ, ലൈക്ക് ഹോട്ടലൊക്കെ ഈ ബീച്ചിന്റെ അടുത്തൊക്കെ. ഞാൻ ആള് കണ്ടപ്പോൾ ആകെ എനിക്ക് പാവം തോന്നി. എന്താ വെച്ചാൽ ആളെ പള്ളിക്കെന്നാണ് ഞാൻ മീറ്റ് ചെയ്തത്. അപ്പോൾ അയാള് ഒരു വയസ്സായ ഒരു ആളാണ്. പക്ഷെ അയാൾ പറഞ്ഞു ഗദ്ദാഫി ആ ടൈമിലൊക്കെ ഞാൻ നല്ല പൈസ ഒക്കെ ഉണ്ടാക്കിയിരുന്നു, എന്നിട്ട് പിന്നെ ഒരുപാട് നല്ല സുഖമുള്ള ലൈഫായിരുന്നു. പിന്നെ ഈ ഒരു ഇത് വന്നു, ഈ ഇന്റേണൽ പ്രോബ്ലം വന്നപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ പോയി ഞാൻ ഇങ്ങോട്ട് കയറേണ്ടി വന്നു, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അയാൾ എന്നിട്ട് സുബൈക്കന്ന് എന്തൊക്കെ ആ നേരത്താണ് 5 മണി 6 മണിക്ക് നീച്ചിട്ടൊക്കെ അയാൾ എന്തൊക്കെ പണിക്കൊക്കെ പോയി. ജോലിക്ക് സങ്കടമായി. അങ്ങനെയൊക്കെ ജയിച്ചിട്ട് ആൾ ഇവിടെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ജയിക്കാന്ന് പറയുമ്പോൾ എക്കോണമി മൊത്തം കൊളാപ്സ് ആയി. വേറൊരു കാര്യം പറയുന്നുണ്ട്, 2 കാരണങ്ങളാണ് ഗദ്ദാഫിനെ ഇതൊക്കെ CIA ആണ് കളിക്കുക. CIA ആണ് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നത്. അവരാണ് പറയാ ഇവിടെ ഗവൺമെന്റ് റെഡി അല്ല, ഇവിടെ ഫ്രീഡം കൊടുക്കണം, ഇവിടെ ഡെമോക്രസി ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഒരു മൂവ്മെന്റ് വരാം. അങ്ങനെ ഒരു പിന്നെ കാര്യം ഗദ്ദാഫിനെ അവിടുന്ന് മാറ്റാൻ ഒരു കാരണം പറയുന്നത്, ഗദ്ദാഫിക്ക് ആഫ്രിക്ക മൊത്തം വെള്ളം കൊടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അത്ര. ഈ പൈപ്പ് വഴി ആഫ്രിക്ക മൊത്തം. അങ്ങനെ ആ ഒരു പ്ലാൻ ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് താല്പര്യമില്ല എന്നുള്ള രീതിയിലും ഗദ്ദാഫിനെ കൊല്ലുന്നതിന് ലിബിയയിൽ ബിഗ് മാൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഇറിഗേഷൻ പ്ലാൻ കൊണ്ടുവന്നിട്ട് ആ രാജ്യത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. അപ്പോൾ ഇയാൾ ആഫ്രിക്ക മൊത്തം അംഗീകരിക്കപ്പെട്ട ഒരു ലീഡർ എന്നുള്ള നിലക്ക് ഇയാളെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ ആഫ്രിക്ക മൊത്തം അവരെ പട്ടിണിയും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ലിബിയ ഡെപ്റ്റ് ഫ്രീ കൺട്രിയാണ്. അങ്ങനെ ഒരുപാട് എന്ന് വെച്ചാൽ അത്യാവശ്യം സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രാജ്യമായിരുന്നു. അതന്നെ പറഞ്ഞു. അപ്പോൾ എന്താ പറയാ, എന്നുവെച്ചാൽ ഇപ്പോൾ ഇന്ത്യ ഇനി കറൻസി ട്രേഡ് ചെയ്യാൻ പോണ ഇന്ത്യൻ റുപ്പീസിൽ സൗദിയിൽ എന്താണ്
INR വാങ്ങാൻ പറ്റും. ഏത് കറൻസി ആണെങ്കിലും മിക്കവാറും ചൈന പുഷ് ചെയ്തിട്ട് ഒരു കോമൺ കറൻസിക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ചൈന ആൾറെഡി അവരുടെ ട്രേഡ് ഒരുപാട് അവരെ കറൻസിയിൽ നടത്തി, ലൈക്ക് യുവാനിൽ നടത്തി. ഇപ്പൊ മലേഷ്യനായിട്ടുള്ള $1 ബില്യൺ ഇപ്പൊ റഷ്യ ഒഫീഷ്യൽ ഫോറിൻ കറൻസി ആയിട്ട് യുവാനെ പ്രഖ്യാപിച്ചു. അതെ, അങ്ങനെ പിന്നെ ട്രേഡ് ചെയ്ത് റഷ്യ നടത്തി. പിന്നെ ഇപ്പോൾ ഈ ഇവിടെ ഏതായിട്ട് റഷ്യൻ്റെ ഒരു ആർമിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, അത് വേറെ പ്രശ്നം അല്ല. പൊതുവെ ഇങ്ങനെ US-ന്റെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് ഇവർ ഇങ്ങനത്തെ ഡെമോക്രസി പുനഃസ്ഥാപിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇറാഖിന് ലിബിനൊക്കെ. അപ്പോൾ ഇനി സൗദിക്ക് അങ്ങനത്തെ ഒരു അതേ അവസ്ഥ വരുമോ എന്നുള്ളൊരു കൺസേൺ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ പൊതുവെ ഇപ്പോൾ കാരണം ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ ഡിപ്പെൻഡൻസി ഇങ്ങനെ കുറയല്ലേ, ഇപ്പോൾ റിന്യൂവബിൾ എനർജിക്കാ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സൗദി ആണെങ്കിലും വിഷൻ 2030 അവരുടെ ഇൻകം എല്ലാം മൊത്തത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള പ്ലാനാണ്. പിന്നെ US-നൊന്നും വലിയ രീതിക്ക് ഇത് ബാധിക്കൂല, കാരണം ഇനിയിപ്പോ AI-ന്റെ കാലാണല്ലോ. ഇനിയിപ്പോ ഏറ്റവും $multi trillion കമ്പനീസ് ഒക്കെ US-ലാണുള്ളത്. ഇപ്പൊ AI-ലാണെങ്കിലും കാരണം അത്രയും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോ $, അത്രത്തോളം ഹിറ്റ് വരില്ല എന്നാണ് എന്റെ വിശ്വാസം. സഡൻ ഹിറ്റ് വന്നോളുന്നില്ല, പക്ഷെ പതിയെ ക്രൂഡ് ഓയിലിനുള്ള ഡിപ്പെൻഡൻസി കുറഞ്ഞ് മറ്റ് പോർട്ട്ഫോളിയോ അവർക്ക് ഉണ്ടാകുമ്പോൾ ഇൻകം ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ഹിറ്റ് ഒഴിവാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ അതിനുള്ള എല്ലാ അവസരങ്ങളും ഇപ്പൊ ഉണ്ട്. അതാണ് സൗദി ഈ US ആണ് ഏറ്റവും കൂടുതൽ ബാരൽസ് ഓഫ് ഓയിൽ അവരെ ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ന്യൂ മെക്സിക്കോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഓയിൽ ഉണ്ട്, പക്ഷെ അവർക്കത് മതിയാവണില്ല. അതുകൊണ്ടാണ് സൗദിന്റെ അടുത്തുനിന്ന് ഏറ്റവും കൂടുതൽ സൗദിന്റെ അടുത്തുനിന്ന് മേടിക്കുന്ന ഒരു കൺട്രിയാണ് US. അപ്പോൾ അതിലൊക്കെ ഒരുപാട് പ്രശ്നം വരും US-ന്. ഈ പിന്നെ അവരെ കറൻസി അല്ലല്ലോ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതാണ് മെയിൻ പ്രശ്നം. അവരെ കറൻസി ഉപയോഗിക്കാൻ പെട്രോളിനോട് എന്ന് പറഞ്ഞാൽ ഈ US പിന്നെ മിഡിൽ ഈസ്റ്റിൽ വാറുണ്ടായ അപ്പം അവരെ നേവി അവിടെ എത്തും, റഡാറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതെന്തിനാ വെച്ചാൽ അവർ വാർ ഉണ്ടാക്കാനല്ല. അപ്പൊ ഊത്തിനേറ്റൊക്കെ നടക്കുന്നത് അവർക്ക് എന്ത് ചെയ്യണം, ഇവിടെ US-ൽ ഒരു പ്രശ്നം, മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രശ്നം വരരുത് വന്നാൽ കഴിഞ്ഞ് ഈ പെട്രോൾ ഡോളർ ഇടിയും. അതാണ് അവർ ഇറാനായിട്ടൊക്കെ നൈസിൽ ഡീൽ ചെയ്ത്. ഇറാനും ഇസ്രായേലൊക്കെ ഇപ്പോൾ ഒരു എന്ത് നൈസിലാണ് ഡീൽ ചെയ്ത്. ഓക്കെ, നിങ്ങളൊരു പിന്നെ മിസൈൽ അങ്ങോട്ട് ഇടുന്നു, നിങ്ങൾ ഇങ്ങനത്തെ ആളില്ലാത്ത ലൊക്കേഷനിക്ക് ഇങ്ങോട്ട് ഇടുന്നു. രണ്ടാരും അവരെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി രണ്ട് കൺട്രീസും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്ത് ആർക്കും പ്രശ്നം വരാത്ത രീതിയിൽ. അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഫലസ്തീന്റെ വിഷയത്തിൽ സൗദി ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പ്രതികരിച്ചു. സൽമാൻ പറഞ്ഞു നെതന്യാഹു ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പൊ US-മാരിലെ കരാർ ലംഘിച്ച് വീണ്ടും സൈൻ ചെയ്യാത്ത സാഹചര്യത്തിന് ശേഷമാണ് പറഞ്ഞത് നെതന്യാഹു ചെയ്യണത് ശരിയല്ല, അറ്റാക്ക് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് സൗദിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലി കിങ് സൽമാൻ ആ കാര്യങ്ങൾ പറഞ്ഞു. അതെ, അപ്പോൾ ഇനി എന്തായാലും വിൽ സി. ലൈക്ക് ചിലപ്പോൾ അവർ റിന്യൂ ചെയ്തേക്കാം, ചിലപ്പോൾ ചെയ്യിലേക്കാം. പക്ഷേ സൗദി ഇങ്ങനത്തെ ഈ US-നായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പഴയ പോലെ അങ്ങനെ മുട്ട് മടക്കിയിട്ട് അല്ല നട്ടല് മടക്കിയിട്ടുള്ളതൊന്നും അല്ല. കുറേ ഒരു സ്റ്റേബിളായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ ട്രംപിൻ്റെ അടുത്ത് വരും. ട്രംപ് പറയും ഇപ്പം തന്നെ ട്രംപിനൊരു ലൈക്ക് ട്രംപിൻ്റെ ഇലക്ഷന് അയാൾ ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കും. എന്താ വെച്ചാൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് റെഡിയാക്കും, ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വാർ നിർത്തും. ഇപ്പം കബീബ് കഴിഞ്ഞ UFC 303 ഇസ്ലാം മക്കച്ചേവിൻ്റെ ഒക്കെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ കബീബും ട്രംപും മീറ്റ് ചെയ്തു ഫൈറ്റ് കഴിഞ്ഞ ശേഷം. അപ്പോൾ കബീബ് പോയി പറഞ്ഞിട്ടുണ്ട്, ട്രംപിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ വാറ് നിർത്തണം പലസ്തീനിൽ. അപ്പോൾ ട്രംപ് പറയുന്നുണ്ട് അത് ഞാൻ നിർത്തും, നമ്മൾ നിർത്തിയിരിക്കും. അപ്പോൾ കബീബ് പറയുന്നുണ്ട് ഇക്കറിയാം നിങ്ങൾ ചെയ്യും എന്നുള്ളത്. അങ്ങനെയൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. അല്ല, അയാൾ ഒന്നും കൂടി സോഷ്യലി കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള ആളാണ്. സംഭവം നമ്മളൊക്കെ തെറ്റിദ്ധരിപ്പിച്ചൊരു സംഭവമാണ് ട്രംപ് ഫുള്ളി നല്ലൊരാളാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ബൈഡന്റെ മോശത്തിലാണ് ട്രംപിനെ അങ്ങനെ എല്ലാവരും പൊക്കി പറയുന്നത്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു സിനിമ കണ്ടിരുന്നു, സിവിൽ വാർ എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു പോഡ്കാസ്റ്റിൽ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടിട്ട്, ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ ഇങ്ങനെ മൂവീസ് ഒന്നും കാണാറില്ല. അപ്പോൾ ഞാൻ സിവിൽ വാർ പറഞ്ഞ ഇത് കാണാൻ കാരണം ഈ വരാൻ പോകുന്നൊരു പ്രശ്നം എന്നാണ് അയാൾ പറയുന്നത്. ഇന്റേണലി കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് മറ്റേ വൈറ്റ് ഹൗസിൽ പോയിട്ട് പ്രസിഡന്റിനെ ഒരു ആർമി കൊല്ലണത് സിവിൽ വാർ. ലൈക്ക് അതിൽ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കാണേണ്ട ഒരു പടമാണ്. ഒരു ജേർണലിസ്റ്റായ ഫോട്ടോഗ്രാഫർ അതിൽ എടുക്കുന്ന ഓരോ റിസ്ക്കും അവരെ മൈൻഡ് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളതും. എന്താ വെച്ചാൽ ഈ യുദ്ധ ടൈമിലൊക്കെ ഇപ്പൊ നോക്ക്, നമ്മളെ മൊത്താസ് അല്ലേ മറ്റേ ഫലസ്തീനിലെ, അപ്പോൾ അവനൊക്കെ കാണുന്ന കാഴ്ചകൾ അവൻ ക്യാപ്ചർ ചെയ്യുമ്പോൾ ആ മൂമെന്റിൽ കാണുന്ന കാഴ്ചകൾ എത്രത്തോളം ഉണ്ടാവും. അപ്പോൾ ഒരു വാർ സൈറ്റിൽ ആർമീസിന്റെ കൂടെ പോകുന്ന ആൾക്കാർ കാണുന്നത് എത്രത്തോളം ഉണ്ടാവും.
ലൈക്ക് അവരെ കൂടെയുള്ളവർ പോലും മരിച്ചാൽ അവർ ഫോട്ടോ എടുക്കണം എന്നാണ്. പിന്നെ അവിടെ സഹായിക്കാനൊന്നും അവരെ നിൽക്കണില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ മറ്റേ ഏതാ ഒരു രാജ്യത്ത് നിശിനെ ആ പക്ഷി ആ ഒരു കുട്ടീനെ കഴുകൻ ആ കുട്ടീനെ ഒരു ഏതാ രാജ്യം മരണപ്പെടാൻ വേണ്ടി കാത്തിക്കുക പട്ടിണി കടന്നിട്ട് ആ കുട്ടി ആ വെയിലത്ത് കടക്കുമ്പോ ഒന്നും ഭക്ഷണം കിടക്കാതെ കുനിഞ്ഞ് കിടക്കുമ്പോ ഒരു കഴുകം വന്നുകൊണ്ട് അതിന്റെ അടുത്ത് നിൽക്കുക. അപ്പൊ ഇയാൾ ആ കുട്ടീനെ സഹായിക്കാതെ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ പിന്നെ ഒരു വലിയ കോൺഫറൻസിൽ വന്നുകൊണ്ട് ഇയാൾ ഈ ഫോട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടുന്ന് ആ സ്ത്രീ ചോദിക്കുകയാണ്, അവിടെ ഞാൻ 2 കഴുകന്മാരെ കണ്ടു, ഒരാളല്ല. ഇയാളെ അപ്പൊ അയാളെ ആ സ്ത്രീ പറഞ്ഞ ആലോചിക്കണം, 2 കഴുകന്മാരെ അവിടെ ഞാൻ കണ്ടു, ഒരാളല്ല. അങ്ങനെ ഇയാൾ ആ കുറ്റബോധത്തിൽ പോയി മരിച്ചു. ആലോചിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇവിടൊക്കെ ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട് ഈ ഫലസ്തീനിലായാലും. ഇപ്പോൾ ഈ പോളണ്ടിലത്തെ ഒരു പോളണ്ടുകാരൻ മരിച്ചു, ഓസ്ട്രേലിയക്കാരൻ മരിച്ചു, വേൾഡ് കിച്ചണോ അങ്ങനെ തെറ്റ ഫുഡ് കൊടുത്തിരുന്നു. അവരെ കാറ് ടാർഗറ്റ് ചെയ്തിട്ട് അവർ വന്ന്. അങ്ങനെയൊക്കെ ആൾക്കാർ എന്താ പറയാ സ്റ്റോറീസ് ഉണ്ട്, ഇങ്ങനെ ഈ സ്റ്റോറീസൊക്കെ ആൾക്കാരത് പറയുന്നുണ്ട്. അപ്പോൾ എന്നാ നീ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. അടുത്തൊരു എപ്പിസോഡിൽ നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് വരും ഇൻഷാ അല്ലാഹ് അല്ലേ ഫാരിസ? വേറെ നിഷിൻ പറഞ്ഞ പോലെ ആംസ്റ്റർ കോമ്പാറ്റ് ട്രൈ ചെയ്യേണ്ടതിന് കുഴപ്പമില്ല, പക്ഷേ അധികം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നിർത്തുക, അത്രേ ഉള്ളൂ. ഫേക്ക് ആംസ്റ്റർ കോമ്പാക്ട് ഒന്നും ചെയ്യാതെ ഫ്യൂച്ചറിൽ ക്യാഷ് കാര്യങ്ങൾ വരികയാണെങ്കിൽ ക്യാഷ് ഇതിപ്പോ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന കേസുള്ളൂ. അപ്പൊ കുറ്റബോധം എനിക്കിപ്പോ അതാണ് ഇവർ ഇത്രത്തോളം മില്യൺ കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്തിട്ട് ഇവർക്കല്ല ഇത് എങ്ങനെയാണ് ഇതിന് വാല്യൂ ഉണ്ടാവാൻ ഡിമാൻഡ് ഇല്ലാതെ വാല്യൂ ഉണ്ടാവില്ല. വില ഒന്നും എന്തായാലും ലിസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടൂല. കാരണം എല്ലായിടത്തും ഈ സാധനം ഉണ്ട്, ആർക്കും വാങ്ങേണ്ടി വരില്ല. പിന്നെ ഇപ്പം ഇതിലുള്ള വില കിട്ടുക, അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കേസുള്ളൂ. പക്ഷേ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ എന്താ നടക്കുന്നത് നമുക്കറിയില്ലല്ലോ. അതെ. അപ്പോൾ നമുക്കൊരു എപ്പിസോഡ് ഇരിക്കാം. എന്തിനാ അറിയോ, മറ്റേ ഇതിന് ലൈക്ക് ഈ ആൾക്കാർക്കൊക്കെ എനിക്കൊക്കെ മെസ്സേജ് അയച്ചു, എനിക്കൊരു കാര്യം പറയാണ്ട് എൻ്റെ അക്കൗണ്ടിക്ക് ഒരു 10-50 മെസ്സേജ് ഞാൻ മിസ്സായി പോയിരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് വന്ന മെസ്സേജൊക്കെ ഇടൺ റിക്വസ്റ്റിൽ കടന്ന്. അപ്പോൾ എനിക്കിത് റിക്വസ്റ്റിൽ ചിലത് വരും, അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ ഇടൺ റിക്വസ്റ്റിൽ നോക്കിയപ്പോൾ ഒരുപാട് എൻ്റെ നാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ മെസ്സേജ് അയച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇതൊക്കെ ഞാൻ ഒരുപാട് കഴിഞ്ഞ മാസമൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇന്നലെ രാത്രി വെറുതെ ഇടൺ റിക്വസ്റ്റ് 0 എന്ന് കാണിച്ചു. ഞാനതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഞാൻ ലേറ്റായിട്ടാണ് കണ്ടത്. അല്ല അവർ വിചാരിക്കും ഇവനൊക്കെ വലിയ ആളായി എന്നുള്ള ഇതിലൊക്കെ വിചാരിക്കുന്നത്. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എൻ്റെ ഇപ്പോൾ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ഒരെന്നോ അയച്ച മെസ്സേജാണ് ഞാൻ കാണേണ്ടത്. എന്നിട്ട് ഞാൻ അവർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. നമുക്കൊരു എപ്പിസോഡ് ചെയ്യണം പായസ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയേണ്ടത് പറഞ്ഞുതരാം. ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ലൈക്ക് നിങ്ങൾ അതെ ഈസി വേസ് ഉണ്ട്. ഇന്ന് ഈ ഒരു 2024 പൈസ ജനറേറ്റ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ. ലൈക്ക് 6 മാസത്തെ ഹാർഡ് വർക്ക് കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാം. ലൈക്ക് റിയൽ മണി വിത്ത് ഹാർഡ് വർക്ക്. ഓക്കെ, ജസ്റ്റ് നിഷിൻ്റെ പോലെ ടാപ്പ് ചെയ്തിട്ടോ ഇങ്ങനത്തെ പരിപാടിയല്ല. ഓക്കെ, അതല്ല വേറെ ലൈക്ക് വർക്ക് ചെയ്ത് ലൈക്ക് സം സ്മാർട്ട് വൈസ് ലൈക്ക് അതിന് പറ്റിയ സ്ട്രാറ്റജീസൊക്കെ ഉണ്ട്. ഞാൻ ചെയ്തുകൊണ്ട് പിന്നെ വാരിസ് ചെയ്യുന്നുണ്ട്, തക്കു അതേപോലെ കാറിൻ്റെ ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ഇറക്കിയിട്ട്. നിഷിൻ അതേപോലെ വുഡിൻ്റെ ചെയ്യുന്നുണ്ട്. നിഷിൻ ലൈക്ക് ക്രിയേറ്റീവ് അതൊന്നും അവൻ പറയില്ല. എന്താ വെച്ചാൽ അതൊക്കെ ഐഡിയാസ് പുറത്ത് പോകുന്നു വിചാരിച്ചിട്ട് ലൈക്ക് വി വിൽ ഷെയർ സംതിങ് റൈറ്റ് ഫ്യൂച്ചറിൽ നെക്സ്റ്റ് എപ്പിസോഡോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഒരുപാട് മരുന്നുണ്ട്. അല്ല എൻ്റെ അടുത്ത് കുറച്ചുണ്ട് കാര്യങ്ങൾ. ലൈക്ക് എനിക്ക് ഫേസ്ലെസ് യൂട്യൂബ് ചാനലിന് എങ്ങനെ പൈസ ജനറേറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു കൊടുക്കാം, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു കൊടുക്കാം, ഇനി ഫേസ് വെച്ചിട്ട് യൂട്യൂബിൽ നിന്ന് എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. നമ്മളെ ഫേസ്ബുക്ക് നമ്മളത് എന്തൊക്കെയാണ് മോണിറ്റൈസ്ഡ് ആണ്. നമ്മളെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ മോണിറ്റൈസേഷൻ അല്ല, നമ്മളെ യൂട്യൂബ് ഫേസ്ബുക്ക് മോണിറ്റൈസ്ഡ് ആയില്ലേ. ഇതില് നമുക്ക് സ്പോട്ടിഫൈയില് 2 ടൈപ്പ് ഓഫ് മോണിറ്റൈസേഷൻ ഉണ്ട്. അതായത് യൂട്യൂബ് പോലെ ഉണ്ട്, പക്ഷെ അത് ഈ പോളണ്ടിൽ അവൈലബിൾ അല്ല. പിന്നെ എന്താണ് സബ്സ്ക്രിപ്ഷൻ ആണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാം, അതായത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള അതുണ്ട്. പക്ഷെ അത് വേണ്ട, നമുക്ക് എല്ലാവരും കേൾക്കട്ടെ അല്ലേ.
അപ്പോൾ അത് നമുക്ക് എന്തായാലും ചെയ്യണം, ഒരു എപ്പിസോഡ് ഇരുന്നിട്ട്. എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കും എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക. അപ്പോൾ അടുത്ത് എൻ്റെ അടുത്തൊരു ചെക്കൻ പറഞ്ഞു, എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുക, എന്നെ സഹായിക്കും ചോദിക്കും. അപ്പോൾ അവൻ പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇതിനൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു 3 മാസം കൊണ്ട് എത്ര ഗ്രോത്ത് ആവുന്നുണ്ട് നോക്കുക, എന്നിട്ട് നമുക്ക് പൈസൻ്റെ കാര്യം തീരുമാനിക്കാറുണ്ട്. ലൈക്ക് ഓനെ അത്ര കമ്മിറ്റഡ് ആണെച്ചെങ്കിൽ അവനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വളർത്തട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, സപ്പോർട്ട് ചെയ്തിരിക്കും. അപ്പോൾ കൂടുതൽ നമ്മളെ വ്ളോഗും വരും, വ്ളോഗ് എന്തായാലും വന്നിരിക്കും അല്ലേ. വ്ളോഗ് വരും. പിന്നെ ഞങ്ങളെ മെർച്ച് അത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രത്തോളം ആൾക്കാർ മേടിക്കുന്ന അറിയില്ല. ലൈക്ക് ഇറച്ചി എന്നുള്ളത് മാത്രമല്ല, സംതിങ് ക്രിയേറ്റീവ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇറച്ചിക്ക് എന്ത് സെല്ല് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും മെർച്ചിന്റെ ഐഡിയാസ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല പ്ലാൻ ചെയ്യും, ക്രിയേറ്റീവ് സ്റ്റഫ്. അതെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞങ്ങൾക്ക് അതും ഒരു പാസീവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്കൊരു പാസീവ് അങ്ങനെ കിട്ടും. അയ്യാ. അപ്പോൾ എന്നാൽ നമുക്ക് വീണ്ടും വേറൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ സ്പോട്ടിഫൈയിലെയും യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും എല്ലാ ലിസണേഴ്സിനും താങ്ക്സ്. ബൈ.